നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. പ്രത്യേകിച്ചും സർക്കാരിനെ, ആഭ്യന്തര വകുപ്പിനെ, CPM-നെ പിടിച്ചുകുലുക്കുന്ന പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിൽ ഉന്നതതല അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. DGP തന്നെ നേരിട്ട് അന്വേഷിക്കും അൻവറിന്റെ ആരോപണങ്ങൾ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഉന്നതതല സംഘം അന്വേഷിക്കും, സമഗ്രമായ അന്വേഷണം ഉണ്ടാവും. പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സുജിത് ദാസിനെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ട് എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. പക്ഷെ അതുണ്ടായില്ല. സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഒപ്പം ADGP MR അജിത് കുമാറിനെ തൽക്കാലം മാറ്റില്ല എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം. ADGP MR അജിത് കുമാറിനെതിരെയും മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ADGP MR അജിത് കുമാറിനെതിരായ കൂടുതൽ തെളിവുകൾ PV അൻവർ MLA ഇന്ന് മുഖ്യമന്ത്രി കൈമാറുമെന്നുള്ളതാണ്. ഇന്ന് മുഖ്യമന്ത്രി അൻവർ നേരിട്ട് കാണുന്നുണ്ട്. അൻവർ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി കാണുന്നുണ്ട്. ഇന്നലെയൊക്കെ അൻവർ വാർത്താ സമ്മേളനത്തിലൂടെയാണ് അപ്പോഴൊക്കെ ഉയർന്ന ചോദ്യമെന്ന് പറയുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അൻവർ ബോധ്യപ്പെടുത്തുന്നില്ല. ഒരു ഭരണകക്ഷി MLA ആണ്. അൻവർ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് അൻവർ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നില്ല, കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ തുറന്നു പറയുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു. അതിനൊക്കെ മറുപടിയായി ഒരുപക്ഷെ അൻവർ എന്ന മുഖ്യമന്ത്രിയെ കണ്ടേക്കും. അതിലും പ്രധാനപ്പെട്ട കാര്യം ശബ്ദ സംഭാഷണമടക്കം അൻവറിന്റെ പക്കൽ ചില തെളിവുകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ശബ്ദ സംഭാഷണമടക്കം ഉള്ള തെളിവുകൾ കൈമാറും എന്നുള്ളതാണ്. VV അരുണും CV അനുമോദും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, അൻവറിന്റെ നീക്കങ്ങൾ വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ, വാർത്താ സമ്മേളനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ, അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ വെളിപ്പെടുത്തലുകൾ അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അൻവറിന്റെ പിന്തുണയുമായി മുൻ MLA-മാരടക്കം രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കണ്ടു. അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാനത്ത്. അതിനപ്പുറത്ത് അൻവർ എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്? കാരണം മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലൂടെ എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത്? ഈ ആരോപണങ്ങൾക്കപ്പുറം രാഷ്ട്രീയമായ ഒരു തീരുമാനം കൂടി പ്രതീക്ഷിക്കുന്നുണ്ടോ അൻവർ? രഞ്ജിത്ത്, അൻവറിന്റെ നീക്കം അസാധാരണമാണ്. മുൻപൊന്നും നമ്മൾ കാണാത്തതുമാണ്. അത് തന്നെ ഒരു സവിശേഷ സാഹചര്യമായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് തന്നെ അൻവർ ഇതുവരെ നടത്തിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു രാഷ്ട്രീയ കേരളത്തിന് അത്ര സുപരിചിതമായിട്ടുള്ളതല്ല. ഒരു MLA അദ്ദേഹത്തിന്റെ നേരിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ ധരിപ്പിക്കാമെന്നിരിക്കെ അതിനു പകരം അത് പൊതുജനത്തെ, സമൂഹത്തെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ സമൂഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവന്ന് ഈ ചില പ്രശ്നങ്ങളാണ് എനിക്ക് പരിഹരിക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിലായിട്ടുള്ളത് എന്നീ കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി പിന്നീട് അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന കാര്യം. ഇതിന് പ്രധാനമായിട്ടും ഉള്ള കാരണം മുൻപ് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. മുൻപ് പലതവണ അദ്ദേഹം പല വിഷയങ്ങളിലും ADGP അജിത് കുമാറുമായും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായും നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു, നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു നീക്കവും ഉണ്ടായില്ല. അതൊക്കെ അവിടെ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ. അതാണ് സത്യത്തിൽ അൻവറിന്റെ ഈ ഒരു ലക്ഷ്യത്തിന് പിന്നിൽ തന്നെ, അതായത് ചില പുഴുക്കുത്തുകളുണ്ട് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി മുഖ്യമന്ത്രിയോട് എന്തുകൊണ്ട് നേരിട്ട് ചോദിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഞാൻ സമയമാകുമ്പോൾ അത് പറഞ്ഞോളാം എന്ന മറുപടി പറഞ്ഞ് അൻവറിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് അൻവർ ഇപ്പോൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ അൻവറും അതുപോലെ തന്നെ തവനൂർ MLA KT ജലീലും ഒക്കെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അവർ ഒരുമിച്ചായിരിക്കും ഒരുപക്ഷെ മന്ത്രി V അബ്ദുറഹ്മാനും മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ഒപ്പം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇങ്ങനെ 3 പേര് ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അതിന് പ്രത്യേക ഒരു കാരണം കൂടിയുണ്ട്. മലപ്പുറം ജില്ലയിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അൻവർ ഒറ്റയ്ക്ക് തുടങ്ങി വെച്ച ഈ ഒരു പോരാട്ടം അത് അൻവറിൻ്റെത് മാത്രം അല്ല, അൻവർ മാത്രം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമല്ല. അത് ജില്ലയിലെ ഒരു സാധാരണക്കാർ നേരിടുന്ന, പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഒരു പ്രശ്നമാണെന്ന് ഒന്നിച്ച് കണ്ട് ബോധ്യപ്പെടുത്തി അതിലെ ഒരു മെറിറ്റ് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഇത്തരത്തിൽ ഈ 3 പേരും ഒരുമിച്ച് കാണുകയാണെങ്കിൽ അതിന്റെ പിന്നിലായിട്ട് ഉണ്ടാവുക. എന്നാണെങ്കിലും KT ജലീലും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഈ ഒരു വിഷയം പൊതുജന സമൂഹത്തിൽ അൻവർ ഉണ്ടാക്കിയ ഒരു കോളിളക്കമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൻവർ നടത്തുന്ന ഈ ഒരു നീക്കത്തിന് അനുകൂലമായിട്ടാണ് പൊതുജനത്തിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ ഭാഗത്തുള്ളവർ പോലും നിൽക്കുന്നത്.
അതിന്റെ അത് ഉണ്ടാക്കുന്ന ഡാമേജ് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഇത്തരത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തുറന്നു കാണിക്കുവാൻ ഒരു ഭരണപക്ഷ MLA നടത്തിയ നീക്കത്തെ പൊതുജന സമൂഹം വലിയ സ്വീകാര്യതയോടെയാണ് കാണുന്നത്. അപ്പോഴും ഒരുപാട് കാര്യങ്ങളുണ്ട്. അനുമോദിലേക്ക് വരാം. VV അരുണ് ചേരുന്നുണ്ട്. അരുണ്, ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാൻ കഴിയുന്ന ഒരു ഭരണപക്ഷ MLA, അദ്ദേഹം മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി ഒരുപക്ഷെ പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപണമായി അവതരിപ്പിക്കുകയാണ്. അത് മുഖ്യമന്ത്രി ഓഫീസിനെതിരെ. അത് ചെറിയ ഡാമേജ് ഒന്നുമല്ല, നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ സർക്കാരിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മറ്റും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഉയർത്തിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ, അത് ഏറ്റെടുക്കുന്ന പ്രതിപക്ഷം, അതിന്റെ മെറിറ്റിൽ അതിനെ കാണുകയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്യുന്നത്, അതോ ഇത് എങ്ങനെ പരിഹരിക്കും എന്ന കാര്യത്തിൽ ഒരു അങ്കലാപ്പിലാണോ? എന്താണ് ഒരു സാഹചര്യം പൊതുവെ തലസ്ഥാനത്ത്? കൃത്യമായി CPM-നും വ്യക്തതയില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം രണ്ടു വശത്തുള്ളതും പ്രബലരാണ്. ആരോപണം ഉന്നയിച്ചത് ഇടത് MLA ആണ്. ഇടത് MLA എന്നതിനപ്പുറത്തേക്ക്, സാധാരണ ഒരു MLA-ക്ക് അപ്പുറത്തേക്ക് ഇടത് അണികളിൽ, CPM അണികളിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളുകൂടിയാണ് PV അൻവർ. വലിയ ആരാധക വൃന്ദത്തെ, ഫാൻ ബേസ് സൃഷ്ടിച്ച MLA ആണ്. പലപ്പോഴും CPM MLA-മാർ പോലും അല്ലെങ്കിൽ CPM നേതാക്കൾ പോലും തുറന്നു പറയാൻ മടിക്കുന്ന കാര്യങ്ങളിൽ ആദ്യം മുന്നിട്ടിറങ്ങി എതിരാളികൾക്കെതിരെ വിമർശനം ഉന്നയിച്ച് കയ്യടി നേടുന്ന CPM അണികളുടെ വലിയ പിന്തുണ നേടിയെടുത്തിട്ടുള്ള ആളാണ് അൻവർ. എക്കാലവും ഇടതുപക്ഷം തുറച്ചു നിർത്തുമെന്ന് പറഞ്ഞ ആളാണ്. അത്തരമൊരു ആളാണ് ആരോപണം ഉന്നയിക്കുന്നത്. എതിർവശത്താകട്ടെ, ആരോപണം നേരിടുന്നതാകട്ടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസനീയമെന്ന് പൊതുവെ അറിയപ്പെടുന്ന, ഒരിക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് പാർട്ടിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിപ്പോയ P ശശി എന്ന കണ്ണൂരിലെ കരുത്തരായ നേതാവ്. അദ്ദേഹം തിരിച്ചുവരവിലും വലിയ കരുത്തോടെ തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സമിതിയിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും എത്തിയത്. അദ്ദേഹമാണ് പാർട്ടിയെ, പോലീസിനെ നിയന്ത്രിക്കുന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. മുഖ്യമന്ത്രി പോലും അറിയാതെ പോലീസിനെ ഹൈജാക്ക് ചെയ്തു ശശി എന്ന വിമർശനം. അത്ര പവർഫുള്ളായ കരുത്തരായ ഒരു നേതാവിനെതിരെ, മുഖ്യമന്ത്രി വിശ്വസനെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഒരാൾ കൂടി ആരോപണ നേരിലുള്ളത് സംസ്ഥാന പോലീസിലെ ഏറ്റവും ശക്തരായ IPS ഉദ്യോഗസ്ഥൻ MR അജിത് കുമാറാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് അദ്ദേഹം. ഈ രണ്ടുപേർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു പക്ഷത്തെയും അങ്ങനെ തള്ളാൻ പറ്റാത്തൊരവസ്ഥ സർക്കാരിനുണ്ട്, CPM-നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അജിത് കുമാറിനെ മാറ്റി നിർത്തിയ അന്വേഷണമാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. അജിത് കുമാറിനെ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. P ശശിയും സമീപ ഭാവിയിലൊന്നും മാറ്റാൻ CPM ആലോചിക്കുന്നുമില്ല. അതായത് മുഖ്യമന്ത്രിക്ക് ഈ അജിത് കുമാറിനെതിരെ നടപടി എടുക്കാൻ ആകുന്നില്ല, ഒപ്പം അൻവറിനെ പിഴക്കാനും ആകുന്നില്ല. അങ്ങനെ അസാധാരണമായ ഒരു സാഹചര്യമാണ്. എവിടെയെങ്കിലും ഒരു നിലപാട് വേണമല്ലോ. ഒന്നുകിൽ ADGP-യെ മാറ്റി നിർത്തിക്കൊണ്ട് അൻവറിന്റെ ആരോപണത്തെ അതിന്റെ മെറിറ്റിൽ അന്വേഷിക്കുക എന്നത് പ്രധാനമാണ്. അല്ലെങ്കിൽ അൻവറിനെ തള്ളിപ്പറയുക, ADGP-യെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുക. ഇതൊന്നുമില്ലാതെ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ പാർട്ടിയുടെ ഒരു പിന്തുണ എത്രത്തോളം മുഖ്യമന്ത്രിക്കുണ്ട് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ അരുൺ. രഞ്ജിത്ത്, അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു നീക്കം നമ്മൾ കാണേണ്ടത്. അദ്ദേഹം ഇന്നലെ കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സമ്മേളനം പ്രസംഗിച്ചതും ഏതെങ്കിലും രീതിയിലുള്ള എടുത്തുചാടിയുള്ള അല്ലെങ്കിൽ ഒരു മുൻകൂട്ടിയുള്ള ഒരു നിഗമനത്തിലേക്കല്ല സർക്കാർ എത്താൻ പോകുന്നത്. പകരം കാര്യങ്ങൾ അന്വേഷിച്ച് പഠിച്ച ശേഷം അല്ലെങ്കിൽ ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകുമെന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രി അവിടെ സ്വീകരിച്ചത്. അത് അൻവറിന്റെയും അജിത്തിന്റെയും അജിത് കുമാറിന്റെയും കാര്യത്തിൽ മാത്രമല്ല, സുജിത്ദാസിന്റെ കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സുജിത്ദാസിന്റെ ആ ഒരു ശബ്ദ സന്ദേശം മാത്രം മതി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചട്ടലംഘനങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ചകളൊക്കെ തെളിയിക്കാൻ. പക്ഷേ അവിടെയും നേരിട്ട് നടപടിക്കല്ല മുഖ്യമന്ത്രി നീങ്ങിയതെന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹത്തെ സുജിത്ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയല്ല സർക്കാർ ചെയ്തത്. പകരം SP സ്ഥാനത്ത്, പത്തനംതിട്ട SP സ്ഥാനത്ത് മാറ്റുകയും ഹെഡ്ക്വാർട്ടേഴ്സിൽ DGP-ക്ക് മുമ്പാകെ, സംസ്ഥാന പോലീസ് മേധാവിക്ക് മുമ്പാകെ റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അവിടെയാണ് നടപടികൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ സൂചന നമുക്കിത് കാണണം. ഈ അന്വേഷണ റിപ്പോർട്ട് 1 മാസത്തോടെ നൽകാനാണ് DGP-ക്ക് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുവരെ നീണ്ടുപോകുമോ എന്ന കാര്യം മാത്രമാണ്, നടപടികൾ അതുവരെ നീണ്ടുപോകുമെന്ന കാര്യം മാത്രമാണ് അറിയേണ്ടത്. അൻവറിനെ പൂർണ്ണമായും തള്ളുന്നില്ല. അതേസമയം അജിത് കുമാർ കുറ്റക്കാരനാണെന്ന് പൂർണ്ണമായും വിധിക്കുന്നുമില്ല സർക്കാർ. അത്തരമൊരു അവസ്ഥ ഉണ്ട്. CPM-നും അതൊരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ച പോലെ വ്യക്തവുമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് പല നേതാക്കൾക്കും അറിയില്ല. ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ നീക്കങ്ങളിൽ പിന്നെ നടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അത് ആരുടെ മേൽനോട്ടത്തിലാണ്? മുഖ്യമന്ത്രി തന്നെയാണോ ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കുന്നവർ CPM-നും പ്രതിപക്ഷത്തും ഒക്കെ ഉണ്ട്. അങ്ങനെയല്ല, CPM-ൽ പുതുതായി രൂപപ്പെടാൻ പോകുന്ന ഒരു ശാക്തിക ചേരി, അതിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ അടക്കം പിന്തുണയോടുകൂടി ആ ചേരി നടത്തുന്ന നീക്കമാണോ എന്ന
സംശയമുള്ളവരുമുണ്ട്. പക്ഷേ അവിടെയും ഇന്നലെ ഈ അൻവറിനെ തള്ളാതെ അല്ലെങ്കിൽ അജിത് കുമാറിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ടുകൾ ആ രീതിയിൽ തള്ളിക്കളയാതെ മുഖ്യമന്ത്രി നിലപാടെടുത്തതാണ് ഈ കൂട്ടരെയും സംശയത്തിലാക്കുന്നത്. ഏതായാലും വലിയൊരു രാഷ്ട്രീയ നീക്കം CPM രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ തുടക്കമാകാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കൂടുതൽ കരുത്തനാകാനും തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ നീക്കമാകാം. ഇങ്ങനെ പല വിലയിരുത്തലുകളുണ്ട്. ഏതായാലും CPM രാഷ്ട്രീയത്തിൽ ഒരു വലിയ അനിശ്ചിതാവസ്ഥ ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. സർക്കാരിൽ ഒരു വലിയ അനിശ്ചിതാവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ട്. അൻവർ ഇന്നലെ സ്വാഭാവികം പ്രതീക്ഷിച്ചിരിക്കുക അജിത് കുമാറിനെതിരെ ഒരു ശക്തമായ നടപടി തന്നെയാകും മുഖ്യമന്ത്രി ഭാഗത്ത് ഉണ്ടാകുക എന്നുള്ളത്. പക്ഷേ അതിന് മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എങ്ങനെയാകും അൻവർ സ്വീകരിക്കുക, അതിനോട് അൻവർ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്, അതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മുഖ്യമന്ത്രി അൻവർ കാണുന്നതിലൊരു ഉറപ്പായും കാണുമെന്ന് പറയാറായിട്ടില്ല. മുഖ്യമന്ത്രി സമയമനുസരിച്ച് ഇന്നുണ്ടാകാൻ പോകുന്ന ഡെവലപ്മെന്റ് അനുസരിച്ചായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ കാണുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. മുഖ്യമന്ത്രി സമയം നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിലും അത്തരത്തിൽ വ്യക്തതയില്ല. ഏതായാലും വലിയ രാഷ്ട്രീയ സംഭവവികാസങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ന് തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടക്കാൻ പോകുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മുഖ്യമന്ത്രിയെ കാണാനായി അൻവർ തലസ്ഥാനത്ത് വരുന്നു. അൻവർ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ KT ജലീലിന്റെ ഒരു സാന്നിധ്യം അൻവറിനൊപ്പം ഉണ്ടാകും. കാരാട്ട് റസാഖും ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ കണ്ടേക്കും എന്നുള്ള വിവരമാണ്. മലബാർ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ചുവടുവെപ്പുകൾ. ഒപ്പം CPM രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, മലബാറിൽ CPM-നുള്ള താല്പര്യം, ലീഗിന്റെ അപ്രമാദിത്യം ഇല്ലാതാക്കാനുള്ള പലവിധ ശ്രമങ്ങൾ. അവിടെയാണ് ഈ KT ജലീലിനെയും അൻവറിനെയും പോലെയുള്ള പഴയ കോൺഗ്രസ് ലീഗ് ആളുകളെ കൊണ്ടുവന്ന് അവിടെ ഒരു ശക്തമായ ശാക്തിക ചേരി ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. ഇവിടെ നമുക്ക് ചില കമന്റ്സ് ഒക്കെ നമ്മുടെ താഴെ ഫേസ്ബുക്ക് വീഡിയോയ്ക്ക് താഴെ വരുന്നത്, വീണ്ടും പൊതുജനത്തെ കഴുതകളാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്, വളരെ മോശം, എന്തിനിത്രയും തരം താഴുന്നു, നടപടി ശക്തമായിട്ട് നടപ്പിലാക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യം ചില പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ADGPക്കെതിരെ ഇന്നലെ രാവിലെ മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ്. പക്ഷെ നടപടി ഉണ്ടോ ഇല്ല എന്ന കാര്യം നമുക്ക് വ്യക്തതയില്ല. കാരണം അതിനൊക്കെ അല്പം സമയം വേണം. ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള കാര്യങ്ങളാണ്, അതിനുള്ള സമയം കൊടുക്കണം. വളരെ പെട്ടെന്ന് ചാടി കയറുകയും ചെയ്യാനും പറ്റില്ല. പക്ഷേ നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ സംശയം, എന്തുകൊണ്ട് മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുന്നില്ല, അത് വൈകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. CB അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ് നേരത്തെ പറഞ്ഞു വെച്ച നിർണായകമായ ഒരു കാര്യമുണ്ട്. കാരണം മലബാർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അൻവർ തുറന്നുവിട്ട ഈ ഭൂതത്തിന്റെ പ്രസക്തി അത് വളരെ വലുതാണ്. അത് ഒരുപക്ഷെ പലതവണ CPM-നെയോ മുഖ്യമന്ത്രിയോ ബോധ്യപ്പെടുത്തിയിട്ടും അതിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടാകുന്നില്ല. പോലീസിന്റെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആ മേഖലയിലെ CPM പ്രവർത്തകർ, അണികൾ, ജനങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നു. അതിന്റെ പ്രതിഫലനമായി തുറന്നു പറയേണ്ട ഒരവസ്ഥയിലേക്ക് അൻവർ എത്തിച്ചേരുന്നു. അതിന് കാര്യമായ പിന്തുണ ലഭിക്കുന്നു. അതിന് പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒരുപാട് മേഖലകളിലൂടെ നമ്മളത് ചിന്തിക്കണം. കാരണം മലബാർ രാഷ്ട്രീയത്തിലെ ലീഗിന്റെ അപ്രമാദിത്യമുണ്ട്. കോൺഗ്രസ് അവിടെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാണ്. ഇവരോട് രണ്ടുപേരോട് പോരടിച്ച് നിൽക്കുന്ന അൻവറാണ് CPM-ന്റെ മുഖ്യമന്ത്രിക്കെതിരെ പോലും ആരോപണം ഉന്നയിക്കുന്നത് എന്ന് പറയുമ്പോൾ അൻവർ ഒരുപാട് ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്, കേവലം ഈ ആരോപണങ്ങൾക്കപ്പുറം. തീർച്ചയായും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. അതായത് ജലീലും V അബ്ദുറഹ്മാനും അൻവറിന് നൽകുന്ന പിന്തുണ. ഇത്തരം ഒരു വിഷയം വരുമ്പോൾ ഈ മൂന്ന് പേരും ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര MLA-മാരാണ്. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന ആവശ്യം അത് ജെന്യുവിനാണ്, അല്ലെങ്കിൽ അത് തള്ളിക്കളയാൻ കഴിയുന്നതല്ല, അത് അൻവറിന്റെ മാത്രം ഒരു വിഷയമല്ല, തങ്ങളടക്കം പ്രവർത്തകരിൽ നിന്നും കേൾക്കുന്ന, നേരിടുന്ന ഒരു വിഷയമാണെന്ന ആ ഒരു സന്ദേശം മുഖ്യമന്ത്രിക്ക് മുമ്പിൽ എത്തിക്കുക. രണ്ടാമതായിട്ട് നമുക്കറിയാം, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അൻവർ നടത്തിയ പല നീക്കങ്ങളും അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നതല്ല. അൻവറിന്റെ SP ഓഫീസിന്റെ ക്യാമ്പ് ഓഫീസിലെ കുത്തിയിരിപ്പ് സമരമൊക്കെ ഇടതുപക്ഷത്തെ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട്. അവർ നൽകിയ നിർദ്ദേശങ്ങളൊക്കെ മറികടന്നാണ് അൻവർ ഇത്തരത്തിലുള്ള പല പ്രതിഷേധങ്ങളും വാർത്താ സമ്മേളനങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അൻവറിനെതിരെ അങ്ങനെ ഒരു നീക്കമുണ്ടെങ്കിൽ അതിനെ ചെറുക്കുക, അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അതിന്റെ മെറിറ്റിലെടുക്കുക, പാർട്ടിയിൽ ആർക്കെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അതിനെ ഒന്നിച്ച് പ്രതിരോധിക്കുക. അങ്ങനെ ഒരു സന്ദേശമാണ് ഈ ഒരു ലക്ഷ്യത്തിന് പിന്നിൽ എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം 3 ഇടതുപക്ഷ MLA-മാർ, സ്വതന്ത്ര MLA-മാർ ഒരുമിച്ച് ഈ ഒരു വിഷയം മുഖ്യമന്ത്രിക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് അവർ പറയുന്ന കാര്യങ്ങളുടെ വസ്തുതയ്ക്കപ്പുറം രാഷ്ട്രീയമായിട്ടുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നതാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ വിലക്കുണ്ടായിട്ടും അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും അതിനെ മറികടന്ന് എന്തുകൊണ്ട് അൻവർ ചെയ്തു എന്നുള്ള കാര്യം അത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ എത്തിക്കുവാനും അതുവഴി ഈ മലപ്പുറം ജില്ലയിൽ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ സാധാരണ പാർട്ടി പ്രവർത്തകർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നും
മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുക, അത്തരത്തിൽ ആ വിഷയത്തിൽ ഒരു കൃത്യമായ ചിത്രം മുഖ്യമന്ത്രിക്ക് നൽകുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ ഒരുപക്ഷെ അൻവർ പറയുന്ന കാര്യങ്ങൾ, അൻവറിന്റെ രീതികൾ, അൻവറിന്റെ ഒരു ഒറ്റയാൻ പോരാട്ടം എന്നൊക്കെ നമുക്ക് പറയാം, അതൊന്നും പരമ്പരാഗത രീതിയിൽ പാർട്ടി പ്രവർത്തകർ, പാർട്ടിയുടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അതേപടി പാലിക്കുന്ന പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒന്നും ദഹിക്കുന്നതല്ല. കാരണം അൻവറിന്റെ പല രീതിയിലും നമുക്കൊരു അൻവർ ഈ പറയുന്ന തൻ്റെതായ ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ആരെയും അനുസരിക്കുകയോ അങ്ങനെ പെട്ടെന്ന് ആർക്കും വഴങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്ന ആളല്ല. ആ തരത്തിലുള്ള ഒരു സ്വഭാവക്കാരനായ പക്ഷേ താൻ ഉദ്ദേശിക്കുന്നത് ജനനന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണെന്നും പൊതുജന പ്രസക്തമായിട്ടുള്ള കാര്യമാണെന്നും അതിൽ മെറിറ്റ് ഉണ്ടെന്നും അൻവർ ഉറച്ചു വിശ്വസിക്കുന്നിടത്തോളം അൻവർ ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുക. അതുകൊണ്ടാണ് അൻവറിന് താഴെ തട്ടിൽ അണികളുടെ ഭാഗത്തും വലിയ പിന്തുണ കിട്ടുന്നത്. നമ്മൾ നോക്കൂ, 2 ദിവസമായിട്ട് അൻവറിന്റെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കിട്ടുന്ന വലിയ ഒരു പിന്തുണയുണ്ട്. അൻവർ പാർട്ടിക്കെതിരെ പറഞ്ഞിട്ട് പോലും പാർട്ടി പ്രവർത്തകർ പോലും അൻവറിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കമന്റ് ഇടുകയോ ഒരു തരത്തിലുള്ള വിമർശനം നടത്തുകയോ ചെയ്തിട്ടില്ല. അത് എതിരാളികൾ പോലും അൻവറിനെ അംഗീകരിക്കുന്ന തരത്തിലേക്ക്, അൻവറിനോടുള്ള എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് അൻവർ ചെയ്ത കാര്യങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കണം എന്ന തരത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തുവാൻ കൂടിയാണ് ഈ സ്വതന്ത്ര MLA-മാരുടെ പിന്തുണ, അല്ലെങ്കിൽ അവർ അൻവറിന്റെ ഒപ്പം നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്തുവാൻ. അൻവറിനെയും മറ്റും ഒഴിവാക്കിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് നിലനിൽക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നുള്ളത് മറ്റൊരു പ്രസക്തമായ കാര്യമാണ്. കാരണം പരമ്പരാഗത ലീഗ് കോട്ടകൾ കീഴടക്കണമെങ്കിൽ, അത് അവിടെ കടന്നു കയറണമെങ്കിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പാരമ്പര്യമുള്ള ഇത്തരം നേതാക്കളുടെ സാന്നിധ്യവും അവരുടെ പിന്തുണയും അവർ മുന്നിൽ നിൽക്കേണ്ടതും ഇടതുപക്ഷത്തിന് മലപ്പുറം ജില്ലയിൽ ആവശ്യമാണ്. അത് ഇടതുപക്ഷം കാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന ഒരു നയമാണ്, രീതിയാണ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ അത് തന്നെയായിരിക്കും പല മണ്ഡലങ്ങളിലും ആവർത്തിക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അൻവറിനെതിരെ വലിയ തോതിൽ ഒരു നടപടിക്ക് പോവുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. മറിച്ച് അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതിൽ എന്താണോ നടപടി സ്വീകരിക്കാൻ സാധ്യമാകുന്നത് അതിലേക്ക് എത്തുക എന്ന വഴിയാകും മുഖ്യമന്ത്രി സ്വീകരിക്കുക എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അത് അൻവർ ഒറ്റയ്ക്കല്ല എന്ന ഒരു സന്ദേശം കൂടി ഈ അൻവറിന്റെ കൂടെ ജലീലും അതുപോലെ വി അബ്ദുറഹ്മാനും ഒക്കെ ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് നൽകും. അപ്പോൾ അത്തരത്തിലൊരു നീക്കത്തിനാണ് ഇവിടെ കളമൊരുങ്ങുന്നത്. അത് മലപ്പുറത്തിന്റെ രാഷ്ട്രീയത്തിൽ, മലബാറിന്റെ രാഷ്ട്രീയത്തിൽ ഏറെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. അത് അല്പം വ്യാപക ഫലങ്ങൾ ഉണ്ടാക്കുന്നതുമാകും. തീർച്ചയായും. അതായത് പ്രതിപക്ഷം അൻവറിനെ തള്ളി പറയുന്നുണ്ട്, അൻവറിന്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ അവർ തള്ളുന്നില്ല. അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി അടക്കം മറുപടി പറയണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, CPM ഒക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. അൻവറിനെ തള്ളണോ, ADGPയെ മാറ്റണോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകേണ്ടി വരും. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ പഴയ SP അടക്കം ആരോപണ വിധേയനായ സുജിത് അടക്കം സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ശിക്ഷാ നടപടി, അതിന് ശിക്ഷാ നടപടി എന്ന് പറയാൻ പറ്റില്ല, ഒരു മയപ്പെട്ട ശിക്ഷാ നടപടിയിലേക്കാണ് മാത്രമാണ് കാര്യങ്ങൾ എത്തിച്ചത്. പുറത്താക്കുമെന്ന് നേരത്തെ സസ്പെൻഷൻ ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞിരുന്നു, അത് സംഭവിച്ചില്ല. ADGP അജിത് കുമാറിനെയും തൊടാൻ സർക്കാർ ആഭ്യന്തര വകുപ്പ് മടിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട സൂചനകളാണ്. CV അനുമോദും VV അരുണുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകാം, അല്ലേ? അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ്, മണിയൻപിള്ള രാജു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. ഇടവേള ബാബുവിന്റെ ജാമ്യ ഹർജിയും ഇന്ന് പരിഗണിക്കും. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം എറണാകുളത്തെ നടിയുടെ പരാതിയിൽ തെളിവെടുപ്പ് ഇന്നും തുടരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ സിനിമാ മേഖലയെ പിടിച്ചുലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുണ്ടാകുന്ന നിരവധിയായ പരാതികൾ, അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട നടന്മാരൊക്കെ ഉൾപ്പെടുന്നു. അവരൊക്കെ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഈ ഒരുപാട് പേരുടെ പേരുണ്ട്. മുകേഷുണ്ട്, മണിയൻപിള്ള രാജു ഉണ്ട്, ബാബുരാജുണ്ട്, ജയസൂര്യയുണ്ട്, നിരവധി പരാതികൾ പലർക്കെതിരെയുമുണ്ട്. ഈ കേസുകൾ, ഈ ജാമ്യ ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ തുടർച്ചയായി ഹർജികൾ നൽകിയവരുടേത് ഒരുമിച്ച് പരിഗണിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. കോടതിക്ക് മുന്നിൽ ഇവർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്താണ്? ഇവരുടെ അഭിഭാഷകരൊക്കെ ആത്മവിശ്വാസത്തിലാണോ? രഞ്ജിത്ത, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയാണ് വാദം തുടങ്ങിയത്. ഇന്നലെ വാദം തുടങ്ങുമ്പോൾ
പ്രതികളുടെ അഭിഭാഷകരെല്ലാം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ആക്ഷേപങ്ങൾ മാത്രമാണ് ഈ ഉയർന്നിട്ടുള്ളത്. ഇത്തരം പരാതികൾക്ക് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഹർജിയിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേട്ടത് മുകേഷിൻ്റെയും അതോടൊപ്പം തന്നെ മണിൻപിള്ള രാജുവിൻ്റെയും അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ്റെയും അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇന്നലെ വാദം കേട്ടത്. അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് ഈ ഒരു നടപടികളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. ഇന്നും ഇതിൽ തുടർവാദം കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തേക്കും മാറ്റിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇടവേള ബാബു ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നു. ഈ കോടതി തന്നെയാണ്, പ്രിൻസിപ്പൽ സെഷൻ കോടതി തന്നെയാണ് ഇത് പരിഗണിക്കുന്നത്. അത് ഇന്ന് പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഇന്ന് അതിൽ വാദം തുടരുമായിരിക്കും, അതിൽ വാദം ആരംഭിക്കുമായിരിക്കും. ഇതിൽ പ്രധാനമായും തന്നെ മുകേഷിൻ്റെ അഭിഭാഷകൻ ഇന്നലെ സൂചിപ്പിച്ചത് പ്രധാനമായും ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് മുകേഷ് നേരത്തെയും പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം ഇവർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, മറ്റ് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ചില ഭീഷണിപ്പെടുത്തലുകൾ, അതായത് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ, ഇതെല്ലാം തന്നെ തൻ്റെ പക്കലുണ്ടെന്ന് മുകേഷ് പലകുറി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷ് കൊച്ചിയിലേക്ക് എത്തുകയും അഭിഭാഷകന് കൈമാറുകയും ചെയ്തിരുന്നു. അത് ഇന്നലെ സീൽ ചെയ്ത കവറിൽ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയും ഇവർ പറയുന്ന തീയതികൾ പലതും തന്നെയും പൊരുത്തപ്പെടാത്ത തീയതികളാണ്. ചിലപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ മാറ്റി പറയുന്ന ഒരവസ്ഥയിലേക്കെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ഈ നിലപാടുകളിൽ വ്യക്തതയില്ല, നിലവിൽ മുഴുവൻ ഒരു ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇവർ പരാതിക്കാരി പറഞ്ഞിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ അഭിഭാഷകർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൃശ്യമാധ്യമങ്ങൾക്കടക്കം നൽകിയ അഭിമുഖങ്ങൾ പോലും കോടതിക്ക് മുൻപാകെ എത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഇന്ന് ഹൈക്കോടതിയിൽ നടൻ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിക്ക് മുൻപാകെ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇത് പരിഗണിക്കുന്നത്. അതിൽ പ്രധാനമായും സിദ്ദിഖ് പറയുന്നത് ഈ മറ്റുള്ളവർ കീഴ്ക്കോടതികളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് സിദ്ദിഖും ഇവിടെയും പരാമർശിക്കുന്നത്. കാരണം ഇതിൽ പരാതിക്കാരിയുടെ നിലപാടും അവർ നൽകിയ മൊഴി, അത്തരം കാര്യങ്ങൾ ഇത് തമ്മിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണ്. ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. ഇവർക്കെല്ലാം ഒരു ഗൂഢ ലക്ഷ്യങ്ങൾ ഇതിനെല്ലാം തന്നെ പിന്നിലുണ്ട് എന്നതാണ്. ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് തെറ്റായ ഒരു വാദമാണ്. ഇതിൽ ഇവരുടേതായ ഈ താല്പര്യങ്ങളാണ് ഇതിന് പിറകിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ സിദ്ദിഖ് തൻ്റെ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് രാവിലെ തന്നെ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ മുൻകൂർ ജാമ്യ ഹർജികളിലെല്ലാം തന്നെയും ഇപ്പോൾ കോടതികളിൽ വാദം തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം അവരുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ ഈ എറണാകുളത്തെ നടിയെ വഞ്ചൂർ കോടതിയിലെത്തി മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി. അതിൽ നടൻ ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്ത പരാതിയിലായിരുന്നു രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇവിടെ കൊച്ചിയിൽ ഇതുവരെയും മുകേഷിൻ്റെയും ഇടവേള ബാബുവിൻ്റെയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നോബിളിൻ്റെയും അടക്കമുള്ള കാര്യങ്ങളിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവർ പോയിരുന്ന ഫ്ലാറ്റുകളിലടക്കം ഇവിടേക്ക് ഇവരെത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും 7 പേരുടെയും വ്യത്യസ്തമായ പരാതികളായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും അവരുടെ രഹസ്യമൊഴിയെടുപ്പ് വിവിധ കോടതികളിലായിട്ട് തുടരുകയും ചെയ്യും. തെളിവെടുപ്പും അതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം വ്യക്തമാക്കിയത് ഈ കാര്യങ്ങളിൽ അറസ്റ്റ് ഉടനില്ല. കാരണം ഇത് നേരത്തെ ഉയർന്നു വന്ന പരാതിയാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ആവശ്യമായ തെളിവടക്കം സമാഹരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കോടതിയെ എല്ലാവരും തന്നെ സമീപിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യ ഹർജികളടക്കം പരിഗണിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും നിയമവഴികളിലാണ് നടന്മാർ എന്നുള്ളതാണ്. ജാമ്യ ഹർജികൾ പരിഗണിക്കുന്നു. എല്ലാവരുടെയും ജാമ്യ ഹർജികൾ ഒരുമിച്ചായിരിക്കും ഹൈക്കോടതി തീരുമാനമെടുക്കുക. അഭിഭാഷകരൊക്കെ കോടതിയെ പലവിധ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. മറ്റൊരു വാർത്ത, നടൻ ബാബുരാജിനും കുരുക്കുമുറുകുകയാണ്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു വന്ന യുവതിയുടെ പരാതിയിൽ നടൻ ബാബുരാജിനെതിരെ പോലീസ് കേസെടുത്തു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അടിമാലി പോലീസ് രജിസ്റ്റർ ചെയ്തു. യുവതി DIGക്ക് ഓൺലൈനായി നൽകിയ പരാതി അടിമാലി പോലീസിന് കൈമാറുകയായിരുന്നു. പ്രിൻസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രിൻസ്, യുവതി എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്? എവിടെ വെച്ചാണ് ഈ സംഭവം? മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ?
2019 ഈ പരാതിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ നടക്കുന്നതായാണ് യുവതിയുടെ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. യുവതി DIGക്ക് പരാതി ഓൺലൈനായി നൽകിയായിരുന്നു. തുടർന്ന് ഓൺലൈനായി മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, പരാതി സ്വീകരിച്ചിരിക്കുന്നത്. അതായത് 2019 യുവതി ഡിഗ്രി പഠനത്തിന് ശേഷം ബാബുരാജിന്റെ ഉടമസ്ഥയിൽ മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായി ജോലിക്ക് കയറി. ഈ സമയത്ത് ഈ കാലയളവിൽ ഈ പ്രദേശത്തെത്തിയ ബാബുരാജ് പെരുന്നാൾ ആഘോഷത്തിനായി റിസോർട്ടിലെത്തിയ ബാബുരാജ് യുവതിയുമായി പരിചയപ്പെടുകയും തുടർന്ന് യുവതിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം മനസ്സിലാക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം വാഗ്ദാനം ചെയ്തു. തുടർന്ന് ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം നൽകി. ഇതിനുശേഷമാണ് ഈ പീഡനം നടന്നിരിക്കുന്നത്. അതായത് മറ്റൊരു സിനിമയുടെ ചർച്ചയ്ക്കായി ആലുവയിലെ വസതിയിലേക്ക് എത്തണമെന്ന് നിർദ്ദേശിച്ചു. അന്ന് സംവിധായകനും നിർമ്മാതാവും അടക്കമുള്ള ആളുകൾ ഈ വീട്ടിലുണ്ടാകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഈ പറഞ്ഞ പ്രകാരം യുവതി ബാബുരാജിന്റെ ആലുവയിലെ വീട്ടിലെത്തിയപ്പോൾ, വസതിയിലെത്തിയപ്പോൾ അവിടെ ബാബുരാജും മറ്റൊരു വേലക്കാരനും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ഇത് യുവതി ചൂണ്ടിക്കാണിച്ചപ്പോൾ താരത്തെ മുറിയിലിരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഈ മുറിയിലെത്തി ബാബുരാജ് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും യുവതിയുടെ മൊഴിയിൽ, ഓൺലൈനായി രേഖപ്പെടുത്തിയ മൊഴിയിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട വിവരം. അതായത് ബാബുരാജനും കുരുക്ക് മുറുകുന്നു, ഓൺലൈനായി യുവതി പരാതി കൊടുത്തു, ഇതിനെ തുടർന്ന് പോലീസ് അടിമാലി പോലീസ് കേസെടുക്കുന്നു. ഇതിലും ബാബുരാജിന് അന്വേഷണം നേരിടേണ്ടി വരും. അതാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലേ. നമുക്കിനിയും ഇന്നലെ വളരെ ആശ്വാസകരമായ ഒരു വാർത്ത വന്നത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടാണ്. കാരണം മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടത്തണം എന്ന് കേന്ദ്ര ജല കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, മുല്ലപ്പെരിയാറിൽ കേരളത്തിന്റെ ആശങ്ക നമുക്കറിയാം. ഒരുപാട് ജില്ലകളിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കിക്കാരൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അവിടെ സമരസമിതിയൊക്കെ ഇപ്പോഴും വളരെ ആക്റ്റീവായുണ്ട്. അതിനിടയിലാണ് വേണമെങ്കിൽ ഒരു ആശ്വാസം എന്ന തരത്തിലുള്ള വാർത്ത വന്നിരിക്കുന്നത്. 12 മാസത്തിനകം ഈ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കണം എന്നുള്ളതാണ് ജലകമ്മീഷന്റെ നിർദ്ദേശം. നമുക്ക് കേരളത്തിന്റെ പ്രതിനിധിയൊക്കെ വെക്കാം, കേരളത്തിന്റെ പ്രതിനിധി നമുക്ക് നിർദ്ദേശിക്കാം എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് എപ്പോഴേക്ക് തുടങ്ങുമെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ജലകമ്മീഷന്റെ തീരുമാനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് കേരളം. 12 മാസത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കുമ്പോൾ കേരളത്തിന്റെ ആശങ്കകൾ ജലകമ്മീഷനെ ബോധ്യപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ല എന്ന തമിഴ്നാടിന്റെ വാദം തള്ളിയാണ് കേരളത്തിന്റെ വാദം അംഗീകരിച്ചത്. പ്രിൻസ് തന്നെയാണ്. പ്രിൻസ്, പ്രതീക്ഷയുള്ള തീരുമാനമാണ്. എപ്പോഴേക്ക് പരിശോധന തുടങ്ങും? തമിഴ്നാട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? സുജിത്ത്, വളരെ ആശ്വാസകരമായ പ്രതീക്ഷയേകുന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്നലെ ജലകമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ മാസത്തിനുള്ളിൽ തന്നെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുക എന്നാണ് സൂചന. തീർച്ചയായും 12 മാസത്തിനുള്ളിൽ തന്നെ ഈ പരിശോധന പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ പരിശോധനകൾ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കേരളത്തിന്റെ പ്രതിനിധിയോട് കൂടി ഉൾപ്പെടുത്തുന്നതോടെ കേരളത്തിൽ ആശ്വാസകരമായ ഒരു നടപടി ഉണ്ടാകും, എന്നൊരു പരിശോധന ഉണ്ടാകും എന്നതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഡാമിന്റെ നിലവിലത്തെ അവസ്ഥ, ഭൂകമ്പങ്ങൾ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ ഇത്തരത്തിൽ ഇത് അതിജീവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും വയനാട് ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ വലിയ ആശങ്ക മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സമരസമിതിയൊക്കെ കൂടുതൽ വലിയ പ്രതിഷേധങ്ങളൊക്കെയായി രംഗത്തേക്ക് എത്തൊരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിർദ്ദേശം വളരെ വലിയ ആശ്വാസകരമായാണ് കേരളത്തിൽ മാറിയിരിക്കുന്നത്. 2013 ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2026 മാത്രം പരിശോധന നടത്തിയാൽ മതി എന്ന തമിഴ്നാടിന്റെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുന്നത്, കേരളത്തിന്റെ വാദം അംഗീകരിച്ചിരിക്കുന്നത്. മുൻപ് 2013 ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നത്. ഒപ്പം ബേബി ഡാമിന്റെ അടക്കം ശക്തി വർദ്ധിപ്പിച്ച് ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്നൊക്കെയുള്ള തമിഴ്നാടിന്റെ വാദം നിലനിർത്തിയാണ് ഈ പരിശോധന നടത്താൻ കൂടിയുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഈ മുൻകൂട്ടിയുള്ള ഈ പരിശോധനകൾ ഈ 12 മാസത്തിനുള്ളിൽ തന്നെ പരിശോധന പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം വലിയ ആശ്വാസകരമാകുന്നു. കേരളത്തിന് അനുകൂലമാകുന്ന ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ ഈ പരിശോധനയോടെ തുടർന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. ശരി, പ്രിൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും മുല്ലപ്പെരിയാറിൽ കേരളത്തിൽ ആശ്വാസകരമായൊരു തീരുമാനം ഉണ്ടാകുന്നു. ഒരുപാട് ആശങ്കകളുള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടെ. ആശങ്കകൾക്കൊക്കെ അടിസ്ഥാനമുണ്ടോ എന്ന കാര്യം ഒരുപക്ഷേ ഈ സുരക്ഷാ പരിശോധനയ്ക്കൊക്കെ ശേഷം വ്യക്തമാകുമെന്ന് കരുതാം അല്ലെ. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം. കൃഷ്ണേന്ദു, ഗുരുവായൂർ വൺവേ സംവിധാനം മൂലം ഗുരുവായൂരിലെത്തുന്ന ഭക്തർ വട്ടം ചുറ്റുകയാണ്. കേവലം 300 മീറ്റർ ദൂരമുള്ള ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം ക്ഷേത്രത്തിലെത്താൻ. രാജു ഗുരുവായൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാജു, ഗുഡ് മോർണിംഗ്.
കുറെ ആളുകൾ കൂടെ ഉണ്ട്, കുറെ ഗുരുവായൂർ നിവാസികൾ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർ കൂടെ ഉണ്ടല്ലേ? എന്താ അവർക്ക് പറയാനുള്ളത്? ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള ഇപ്പോഴത്തെ അഡ്ജസ്റ്റ്മെന്റ് വലിയ പ്രശ്നമാണോ ഭക്തർക്ക്? തീർച്ചയായും രഞ്ജിത്ത്, ഇവിടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഗുരുവായൂരിൽ 2 മാസക്കാലമായി ഇപ്പോൾ വൺ വേ സംവിധാനം നിലവിൽ വന്നിട്ട്, എന്നാൽ ഇവിടുത്തെ സംവിധാനത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുകയാണ് ഇവിടുത്തെ പല ലോഡ്ജുകളായാലും കച്ചവട സ്ഥാപനങ്ങളായാലും മറ്റു സ്ഥാപനങ്ങളായാലും വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന ഭക്തർക്ക് കേവലം 300 മീറ്റർ മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. ആ 300 മീറ്റർ ക്ഷേത്രത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് എത്തേണ്ട ഒരു സ്ഥിതിയാണ്. ഇതൊരു ശാസ്ത്രീയമായ രീതിയിലുള്ള സംവിധാനമല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെയും ഭക്തരുടെയും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ പറയുന്നത്. അവർ വളരെയധികം പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ ഈ അധികാരികൾ ഇതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സെക്രട്ടറിയായ മിസ്റ്റർ രമേശ് പുതൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഗുരുവായൂർ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ട്രാഫിക് സംവിധാനം ശരിക്കും അശാസ്ത്രീയമാണ്. ഭക്തന്മാർ ഗുരുവായൂരിലേക്ക് കടന്നു വരികയും വണ്ടികളിൽ വരികയും ചെയ്യുമ്പോൾ കിഴക്കേ നട വളരെ ട്രാഫിക് ജാമിലാണ്. മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോൾ നിലവിലുള്ള ടൂറിസ്റ്റ് ബസ് പാർക്ക് ശരിക്കും പഴയ ബസ് സ്റ്റാൻഡിന് പകരം ബസ് സ്റ്റാൻഡ് ആക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് നിയന്ത്രിക്കാനാവും. അപ്പോൾ ടൂറിസ്റ്റ് ബസ് പാർക്ക് ബസ് സ്റ്റാൻഡ് ആക്കി അവിടെ പഴയതുപോലെ അവിടെ നിന്ന് ജനങ്ങളെ എടുത്ത് കിഴക്കേ നടയിലൂടെ തന്നെ പഴയ പോലെ തന്നെ മറ്റേ തൃശ്ശൂരിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമുള്ള യാത്ര സുഗമമാക്കിയാൽ ഇവിടെ വരുന്ന ഭക്തർക്ക് അത് വളരെ സൗകര്യപ്രദമാണ്. ഇതിപ്പോൾ ഒരു ബസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടിഞ്ഞാറ് നടയിലെ ഉദാഹരണം പറഞ്ഞാൽ ചാവക്കാട് നിന്നോ അല്ലെങ്കിൽ കുന്നംകുളത്ത് നിന്നോ വരുന്നൊരു ബസ് പടിഞ്ഞാറ് നടയിലെ തഹാനി ജംഗ്ഷനിലാണ് വന്ന് നിൽക്കുക. കിഴക്കേ പടിഞ്ഞാറ് നടയിലേക്ക് പോയില്ല. അപ്പോൾ പടിഞ്ഞാറ് നടയിലുള്ള ബിസിനസ്സുകാർക്കൊന്നും ബിസിനസ് കിട്ടില്ല, ലോഡ്ജിലേക്കും കിട്ടില്ല. അവിടെ നിന്ന് ഈ വണ്ടി വന്ന് നേരെ കിഴക്കേ നടയിൽ വന്ന് ഹോൾട്ട് ചെയ്യുക ചെയ്യണത്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് പടിഞ്ഞാറ് നടയിൽ ഇറങ്ങേണ്ട ഒരു വ്യക്തിക്ക് തഹാനി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് എത്തണമെങ്കിൽ ഇത് വലിയ അസൗകര്യമാണ്. അതേപോലെ തന്നെ കിഴക്കേ നടയിലും ഇങ്ങനെ തന്നെയാണ് സംഭവം വരുന്നത്. കിഴക്കേ നടയിൽ ബസ് കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പഴയ മറ്റേ മുനിസിപ്പൽ ഓഫീസിന്റെ പിൻവശത്ത്, അതായത് ടൂറിസ്റ്റ് ചിൽഡ്രൻസ് പാർക്കിന്റെ അവിടെയാണ് ഇപ്പോൾ ബസ് നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഇവിടെ ജനങ്ങൾക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല. ഇവിടെ ശരിക്കും ചില ആൾക്കാർ വന്ന് തിങ്ങി കൂടുകയും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ്. അതേപോലെ തന്നെ ഇവിടെ മേൽപ്പാലം ഇറങ്ങി വരുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതിനൊരു ശാസ്ത്രീയമായി ഒന്നും കൂടി പുനഃപരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സൗകര്യങ്ങൾ കുറച്ചുകൂടി നന്നാക്കി എടുക്കാൻ പറ്റിച്ചാൽ, കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ സ്ഥലപരിമിതി വളരെ കുറവാണ്. ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം റോഡുകളുടെ വികസനം വളരെ പരിതാപകരമാണ്. വീതി കൂടിയ റോഡുകൾ കുറവാണ് ഗുരുവായൂരിൽ. ഈ ക്ഷേത്രനടയുടെ ചുറ്റുമുള്ള റോഡുകൾ വളരെ വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് ഇവിടെ വന്ന് വണ്ടികൾക്ക് തിരിഞ്ഞു പോകാനുള്ള അസൗകര്യം ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ് തന്നെ വരുന്നത്. പക്ഷേ ഇതിനെന്ത് ചെയ്താലാണ് ഇതിനെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതിന് ഇപ്പോൾ ഇവിടുത്തെ അധികാരികൾക്ക് കൃത്യമായ ഒരു രൂപരേഖ ഇല്ലാത്തതാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ അതുകൊണ്ട് ബസ് സ്റ്റാൻഡ് ഇപ്പോഴത്തെ നിലവിലുള്ള ടൂറിസ്റ്റ് പാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് പാർക്ക് ബസ് സ്റ്റാൻഡാക്കി തൽക്കാലം ഉപയോഗിക്കുകയും ഇവിടെ നിന്ന് അതേപോലെ തന്നെ ഇനിയിപ്പോൾ മറ്റേ ശബരിമല സീസണാണ് വരാൻ പോകുന്നത്. ഈ ശബരിമല സീസണൊക്കെ വരുമ്പോൾ ഈ പുറമേ നിന്ന് വരുന്ന ബസ്സുകൾക്ക് ആന്ധ്ര പാർക്കിലേക്ക് വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് പടിഞ്ഞാറ് നട ചുറ്റി വേണം ഈ ആന്ധ്ര പാർക്കിലേക്ക് ഈ വണ്ടി വരണമെങ്കിൽ. മുൻപ് അങ്ങനെയല്ല, ഇവിടെ നിന്ന് നേരിട്ടിട്ട് കിഴക്കേ നട പാലം ഇറങ്ങി അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് വണ്ടി വിടും. അതേ സംവിധാനം വീണ്ടും തുടരണമെന്നാണ് ഞങ്ങൾ വ്യാപാരികൾക്ക് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്യാപാരികൾക്ക് ഇപ്പോൾ എന്തൊക്കെ നഷ്ടങ്ങളാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്? കടകളിലേക്ക് വരുന്ന ആൾക്കാർ ചില കിഴക്കേ നടയിൽ വന്ന് മറ്റു സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ചില വണ്ടി വന്ന് നിൽക്കുന്ന വേറെ സ്ഥലത്ത് പോയി നിൽക്കുന്നത്. പടിഞ്ഞാറ് നടയിൽ അതെ, പടിഞ്ഞാറിലാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് വരുന്നിരിക്കുന്നത്. പടിഞ്ഞാറ് നടയിൽ കച്ചവടക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ അവിടെ സാധാരണ എന്തെങ്കിലും കച്ചവടം കിട്ടിയിരുന്നു. ഇപ്പോൾ ഉള്ള കച്ചവടം കൂടിയും പടിഞ്ഞാറ് നടയിലെ കച്ചവടക്കാർക്ക് ഇല്ലാത്തൊരവസ്ഥയാണ് വന്ന് നിൽക്കുന്നത്. കിഴക്കേ നടയിൽ പിന്നെയും കുറച്ച് ഭേദമാണ്. പക്ഷേ ലോഡ്ജുകളിലേക്കൊക്കെ വരുമ്പോൾ ഈ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വണ്ടി എടുക്കണമെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ കിഴക്കേ നടയിലത്തെ ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കാറ് നേരെ പടിഞ്ഞാറ് നട ചുറ്റി വേണം പിന്നെ ലോഡ്ജിലേക്ക് വരണമെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വളരെ കിലോമീറ്ററുകൾ ഓടി വണ്ടി വെറുതെ പെട്രോൾ ചെലവാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരികയാണ്. അതിൽ സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ, കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇതൊക്കെ ഈ പുതിയ സംവിധാനത്തിലൂടെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്.
ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് 150 മീറ്ററോളം മാത്രമേ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൂ. ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു വ്യക്തി, ഇവിടെ ഒരു യാത്രക്കാരൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഇവിടെ വരികയാണെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുക? റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട ഒരാൾക്ക് നേരെ മറ്റേ തിരിച്ച് ഇതേപോലെ വണ്ടി എടുത്ത് നേരെ പടിഞ്ഞാറ് നട വഴി ചുറ്റിയിട്ട് വേണം ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ. ഇവിടുന്ന് നടക്കാൻ ഒരു 5 മിനിറ്റേ ശരിക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളൂ. പക്ഷെ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാൻ പറ്റില്ല. അവർക്ക് അവന് വണ്ടി എടുത്തിട്ട് വരികയാണെങ്കിൽ നേരെ പടിഞ്ഞാറ് നട ചുറ്റി നേരെ ആന്ധ്ര പാർക്ക് വഴി വന്നിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണമെങ്കിൽ. മുൻപ് അതല്ല, കിഴക്കേ നടയിൽ നിന്ന് നേരിട്ട് വന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും വണ്ടിയുള്ള ആൾക്കാർക്ക്. അല്ലാതെ നടന്ന് പോകാവുന്ന ദൂരേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെയാണ് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ. ഇനി ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക്, അതായത് വ്യാപാരികൾക്ക് ഒരു സൊല്യൂഷൻ, ഇത് വേണ്ട എന്നാണോ പറയുന്നത്, അതോ ഇതിനൊരു സൊല്യൂഷൻ വെക്കണം എന്നുള്ളതാണോ അഭിപ്രായം? സൊല്യൂഷൻ ഞങ്ങൾക്ക് പറയാനുള്ളത് പഴയ പോലെ തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനെ ബസ് സ്റ്റാൻഡ് ആക്കുകയും മറ്റേ ടൂറിസ്റ്റ് പാർക്കിനെ ബസ് സ്റ്റാൻഡ് ആക്കുകയും അവിടെ കൂടുതൽ പോലീസുകാരെ നിർത്തിക്കൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാവുന്ന ഒരു വിഷയമേ ഉള്ളൂ. ഇതായിരിക്കും അടുത്ത ഞായറാഴ്ച അവിടെ വലിയൊരു തിരക്കാണ് വരുന്നത്. 100-300 കല്യാണം വരെ വരുന്നുണ്ട്. ഗുരുവായൂർ വണ്ടികൾ റോഡിൽ കംപ്ലീറ്റ് നടന്ന് ഒരാൾക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ ഭരണാധികാരികൾ ശരിക്കും ഒരു റൗണ്ട് ടേബിൾ ചർച്ചയിലൂടെ ഇരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യം. വ്യാപാരികളായിട്ടും ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത്, രാഷ്ട്രീയ പ്രമുഖരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ട് തീർക്കാവുന്ന ഒരു വിഷയമേ ഉള്ളൂ. പക്ഷേ അതിന് പകരം ഇവർ കുറച്ച് പേര് മാത്രം കൂടിയിരുന്ന് ആലോചിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാകുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പരാജയത്തിൽ വരുന്നത്. അതാണ് ഇപ്പോൾ ഇനി അടുത്തതായി നമ്മോട് പ്രതികരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തന്നെ പ്രസിഡന്റായ മിസ്റ്റർ ഡെന്നീസ് ആണ്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇവിടുത്തെ ഗുരുവായൂരിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെന്നുവെച്ചെങ്കിൽ ഇവിടെ വളരെ ടൈറ്റ് സ്ഥലമാണ്, അധികം സ്ഥലങ്ങളില്ല. പക്ഷെ അതുള്ളത് തന്നെ വളരെ വൃത്തിയിൽ കൊണ്ടുനടക്കാനാണെന്ന് വെച്ചെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയുന്നില്ല. നല്ല എഞ്ചിനീയേഴ്സിനെ വെച്ചിട്ട് ഈ ബസ് സ്റ്റാൻഡ് നമുക്ക് വേണം. ബസ് സ്റ്റാൻഡ് വളരെ, നമ്മൾ പുറമെ പോയി നോക്കൂ, വളരെ എന്തെല്ലാം സൗകര്യങ്ങളുള്ള ബസ് സ്റ്റാൻഡ് പുറമെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെ സൗകര്യങ്ങളില്ല. ഇവിടെ ഇത് ആവശ്യമാണ്. ഇതിനൊന്നും വികസനത്തിന് നമ്മൾ ഒരിക്കലും എതിരല്ല. നമ്മുടെ വ്യാപാരി വ്യവസായികൾ ഒരിക്കലും എതിരെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ അശാസ്ത്രീയമായിട്ട് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതാ ഈ മാറ്റം 2 മാസമായിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബസ് സ്റ്റാൻഡ് പണിയുന്നു. ബസ് സ്റ്റാൻഡ് പണിതോട്ടെ, ബസ് സ്റ്റാൻഡ് പണിതതിൻ്റെ ഉള്ളിലേക്കല്ലേ ബസ്സുകൾ വരുന്നത്. ഈ ബസ്സുകൾ ബസ് സ്റ്റാൻഡ് പണിതോട്ടെ, പക്ഷേ ബസ് അതിലേക്ക് കിടക്കുന്നില്ലല്ലോ. ആ റൗണ്ട് ചുറ്റി സാധാരണത്തെ പോലെ പോകണമെന്ന് എന്താ ബുദ്ധിമുട്ട്? അത് ജനങ്ങൾക്ക് അസൗകര്യമാണ്. ഇപ്പോഴത്തെ ഈ അവസ്ഥ അതിൽ നിന്ന് മാറ്റം വരണം. അടുത്തായി നമ്മളോട് പ്രതികരിക്കാനായിട്ട് BJPയുടെ സാംസ്കാരിക സെൽ കൺവീനറായ മിസ്റ്റർ രാജൻ തറയിലുണ്ട്. അദ്ദേഹം ഗുരുവായൂരുകാരനാണ്. ഒപ്പം കേന്ദ്ര ഫിലിം സെൻസർ ഫിലിമിന്റെ ഒരു അംഗം കൂടിയാണ്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചാൽ. ഗുരുവായൂർ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലത്ത് കൂടുതൽ ഭക്തജനങ്ങളും ആളുകളും എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. ഗുരുവായൂർ പോലത്തെ ഒരു സ്ഥലത്ത് ഈ ഗതാഗത പരിഷ്കരണം നടത്തുമ്പോൾ മുന്നേ വെച്ച ഗുരുവായൂരിലെ ബോർഡുകളെക്കുറിച്ച് നഗരസഭയും അധികാരികളും ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. കാരണം നേരത്തെ ഇവിടെ ഇതിന്റെ റിപ്പോർട്ടർ പറഞ്ഞ പോലെ പല സ്ഥലത്തും വെച്ചുള്ള സൈറ്റ് ബോർഡ് നോക്കി ജനങ്ങൾ വരികയാണെങ്കിൽ അവർ തീർത്തും വട്ടം കറങ്ങി ഈ ഗുരുവായൂരിൽ നിന്നും മനം മടുത്ത് മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണം. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു ഗൂഢാലോചനയാണ്. ഗുരുവായൂരിൻ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ഗുരുവായൂരിനെ തകർക്കുക. കാരണം ഗുരുവായൂരിൽ പാർക്കിംഗ് സൗകര്യമില്ല, ഗുരുവായൂരിൽ യാത്രാ സൗകര്യമില്ല, ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ വലഞ്ഞു പോവുകയാണ് എന്നുള്ളൊരു ചിന്ത ഗുരുവായൂരിൽ എത്തുന്ന ജനങ്ങൾ ഉണ്ടാക്കുകയും അവർ ഗുരുവായൂരിനെ മടുത്ത് മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്താണ്. ഒരു ട്രാഫിക് പരിഷ്കരണം നടത്തുമ്പോൾ ഗുരുവായൂരിലെ പൊതുസമൂഹത്തിലെ ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ വ്യാപാര രംഗത്തും പോലീസും ഭരണകർത്താക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു കമ്മിറ്റി ഈ ഗതാഗത പരിഷ്കരണം എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ഒരു നയരൂപീകരണം ഉണ്ടാക്കേണ്ടതാണ്. അത് ഉണ്ടാക്കാതെ ഇപ്പോൾ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഉള്ള സ്ഥലത്ത് അവര് ഇത് 1 വേ എന്ന് പറഞ്ഞൊരു ബോർഡ് വെക്കുകയാണ്. ആ ബോർഡ് വെച്ച് കിഴക്കേ നടന്ന് വരുന്ന ഒരു ഭക്തന് കേവലം 150 മീറ്റർ അമ്പലത്തിലേക്ക് പോകേണ്ട ഒരാൾക്ക് ഗുരുവായൂരിലെ 1 വേ സംവിധാനം ആ ക്ഷേത്ര നഗരത്തിനുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത് വിവരിക്കുകയായിരുന്നു രാജു. ഗുരുവായൂരിനൊപ്പം വ്യാപാരികളുണ്ടായിരുന്നു, രാഷ്ട്രീയ നേതാക്കളുണ്ട്, അവിടുത്തെ പൊതുപ്രവർത്തകരായ നിരവധി ആളുകളുണ്ട്. അത് ആ സംവിധാനം കാലാനുസൃതമായ ഒരു പരിഷ്കരണം എന്നുള്ളത് അത്യാവശ്യമാണ്, വികസനം അത്യാവശ്യമാണ്. അപ്പോഴും ഈ ഭക്തജനങ്ങൾക്കും സമീപത്തൊക്കെ പ്രവർത്തിക്കുന്ന കടകൾക്കും ലോഡ്ജുകൾക്കും ഹോട്ടലുകൾക്കും മറ്റും പ്രശ്നമുണ്ടാക്കാത്ത വിധത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി നമ്മോടൊപ്പം ഉണ്ട്. അതാരാണെന്ന് പറഞ്ഞിട്ട്
അക്ഷരദാസാണ് നമ്മുടെ ഒപ്പം ചേരാൻ പോകുന്നത്. ശരി, ബ്രേക്കിന് ശേഷം അക്ഷരദാസ് നമ്മളൊപ്പം ചേരും. നമുക്ക് അക്ഷതയോട് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ചറിയാം. ാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലെടുത്ത നടപടിയിൽ പക്ഷേ MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിന് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമില്ല. DGP നേരിട്ട് അന്വേഷിക്കും. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. 5 അംഗ ഉന്നതതല സംഘമാണ് അന്വേഷണങ്ങൾ നടത്തുക. മുഖ്യമന്ത്രി നേരത്തെ തന്നെ കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്ന സന്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. P. ശശിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർന്നുവെങ്കിൽ പോലും അക്കാര്യങ്ങളിൽ അന്വേഷണം സംബന്ധിച്ച് യാതൊന്നും ഈ ഉത്തരവിൽ പറയുന്നില്ല. ADGP അജിത് കുമാറിനെ മാറ്റില്ല. പകരം 5 അംഗ ഉന്നതതല സംഘം അന്വേഷണം നടത്തും. ആ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് വേണമെങ്കിൽ നടപടി. ഇപ്പോൾ നേരത്തെ സുജിത് ദാസിന് സസ്പെൻഷൻ എന്ന വാർത്ത വന്നിരുന്നു. അക്കാര്യത്തിലും ഇളവുണ്ട്. സസ്പെൻഷൻ ഇല്ല, സ്ഥലം മാറ്റം മാത്രമാണ് ഇപ്പോൾ വരുന്ന ഉത്തരവനുസരിച്ച് ഉണ്ടായിട്ടുള്ളത്. അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ നടപടി ഉറപ്പെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞു. ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എല്ലാ ആരോപണങ്ങളും ഔദ്യോഗിക സംവിധാനത്തിലൂടെ അന്വേഷിക്കട്ടെ എന്നായിരുന്നു ADGP MR അജിത് കുമാറിന്റെയും പ്രതികരണം. സ്വാഗതം അക്ഷത, ന്യൂസ് 18ന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക്. ഹായ് അക്ഷത, ഗുഡ് മോർണിംഗ്. ഏതായാലും കേരളത്തിന്റെ ഒരു അഭിമാനമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഫെമിന മിസ് ഇന്ത്യ ഫൈനലിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ആൾ കൂടിയാണ് അക്ഷത. അപ്പോൾ നിങ്ങൾ തമ്മിലാകാം സംസാരം, കാരണം എനിക്ക് എന്നെക്കാളും കൂടുതൽ സൗന്ദര്യ മത്സര രംഗത്തൊക്കെ അനുഭവമുള്ള ആളാണ് കൃഷ്ണൻ. അക്ഷത ബിടെക് ബിരുദധാരിയാണ്. പിന്നെ പല ചാനലുകളിലും അവതാരക കൂടിയാണ്. കണ്ടന്റ് ക്രിയേഷൻ, നൃത്തം, യാത്ര എന്നിവയാണ് പ്രിയപ്പെട്ട മേഖലകൾ. നിരവധി പരസ്യങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. മിസ് ഇന്ത്യ മത്സര വിജയമായിരിക്കും മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ചില്ലറക്കാരിയല്ല എന്ന് വ്യക്തമാണ്. അക്ഷത, ആദ്യം ചോദിക്കാനുള്ളത് ഇതിലേക്കുള്ളൊരു മോട്ടിവേഷൻ എങ്ങനെയാണ്? സെൽഫ് ഡ്രിവൺ ആണോ അതോ ആരെങ്കിലും റോൾ മോഡൽ ആക്കിയിട്ടാണോ? എങ്ങനെയായിരുന്നു ഒരു മോട്ടിവേഷൻ സ്റ്റോറി? Motivation story allarno, it was a childhood dream. I think I was 8 years old when first time Aishwarya Rai Bachchan vandu neril meet cheyda endiran settle arno appo so or cheriya compliment thanirno. She played with my hair and she said you have very beautiful hair. So appo I went and asked Amma saying Ara idu appo Amma was telling me she's the most beautiful woman in the world, and from that I think somewhere little Akshata had a dream. So our dream korchu pursue cheyda, but school and college പഠിച്ചു കഴിയുന്ന വരയ്ക്കും I did not step into this at all. അതൊക്കെ കഴിഞ്ഞിട്ട് I started pursuing my interest in this field. Nice. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? Amma's from Kottayam originally and Acha's from Thrissur.
but completely born and brought up okay Chennai larno. So that's why my Malayalam is a little bad, but hopefully you guys can understand. ഈ ചെന്നൈയിലെ ലൈഫ് കുറച്ചുകൂടി അക്ഷതയെ സഹായിച്ചിട്ടുണ്ടോ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും അല്ല ഒരു പരിശീലനത്തിനും മറ്റുമൊക്കെ? My first platform Chennai larno, it was called Miss Tamil Nadu Pannur pageant. So ആ പാജന്റിൽ ജയിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ മിസ് സൗത്ത് ഇന്ത്യ കേരളയിൽ നടന്നു ആ പാജന്റ്. അതിൽ വന്ന് ഫസ്റ്റ് റണ്ണർ അപ്പ് ആയിരുന്നു. പിന്നെ ലുലു ബ്യൂട്ടി ഫെസ്റ്റ് ട്രിവാൻഡ്രമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിലും ജയിച്ചു. സോ ഇറ്റ് ഇസ് ലൈക്ക് എ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് ആൻഡ് നൗ വിത്ത് ഫെമിന മിസ് ഇന്ത്യ കേരള. ഓക്കെ, ഇപ്പോഴത്തെ ഈ പാജന്റിന്റെ ഗ്രൂമിംഗ് ഒക്കെ ഇപ്പൊ എങ്ങനെയാണ്? യു ആർ പ്രിപ്പയറിംഗ് യുവർ സെൽഫ് ഓർ വേറെ ഗ്രൂമേഴ്സ് ഉണ്ടോ? എങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഗ്രൂമിംഗ് സെഷൻസ് ഒക്കെ? So initially വന്ന് കൊക്കോബെറി പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാ പോയി ട്രെയിനിങ് ഒക്കെ എടുത്ത്. പിന്നെ ഇപ്പൊ സെൽഫ് ഗ്രൂമിംഗ് പോയിട്ടിരിക്കുന്നു. മിസ് ഇന്ത്യ സൈഡിന് വന്ന് സെഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ആൻഡ് പേഴ്സണലി ഐ ഹാവ് ഫ്യൂ ട്രെയിനേഴ്സ് ലൈക്ക് മുനാസ് മാം, പിന്നെ സ്റ്റൈലിസ്റ്റ് സെറീന ഖാറ്റ്, ആൻഡ് ഐ ഹാവ് മൈ ഓൺ സെറ്റ് ഓഫ് ടീം ഹൂസ് ബിൻ ഹെൽപ്പിംഗ് മീ വിത്ത് ദ ഷൂട്ട്സ് ആൻഡ് എവറിഥിങ് ഹിയർ. സോ ഇറ്റ്സ് ലൈക്ക് എ ലോങ് പ്രോസസ് ആൻഡ് പുട്ടിംഗ് മൈ ഹാർഡ് വർക്ക്. ഇതാ ഈ സൗന്ദര്യ മത്സരം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സൗന്ദര്യത്തിന്റെ ഒപ്പം ഇന്റലിജൻസിന്റെയും കൂടെ ഒരു കൂടിച്ചേരലാണ് അല്ലെ? നമ്മളൊരു സൗന്ദര്യം കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് അറിവ് കൂടി വേണം, അങ്ങനെയല്ലേ അതിന്റെ ഒരു അപ്പോ സ്വാഭാവികമായിട്ടും ഇത്തരം മത്സരിക്കുന്ന ആളുകൾ ചില്ലറക്കാരല്ല. അതെങ്ങനെയാണ് അതിന്റെയൊക്കെ ഒരു പ്രിപ്പറേഷൻ? വായനയൊക്കെ ഉണ്ടോ? കാര്യങ്ങളെ കുറിച്ചൊക്കെ എങ്ങനെയാണ് ധാരണ ഉണ്ടാക്കുന്നത്? So, as you said, it is beauty with a purpose and beauty with a brain. So, I've been preparing a lot when it comes to reading books, question and answers. Because being pretty, there are 30 beautiful girls from India representing, Femina Miss India from each state. So, our competition, you'll have to be smart. And I'm working really hard. And education played a very important role. And I've been working on a project called Project Phoenix. So that's one sexual harassment awareness create a project and school college kids awareness sessions I've been conducting. So it's like a lot of efforts from my end, not just to go there and pretty item, but also put in efforts to create a change in the society. എപ്പോഴും ഇങ്ങനെ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവായ ഒരു വൈബ്, അതായത് എപ്പോഴും ഇങ്ങനെ സന്തോഷം പോസിറ്റീവ്നെസ് ഒക്കെ അതെപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരാളാണോ? അങ്ങനെ തോന്നുന്നു. വിസിബിൾ ആണ്. അതെ അതെ അതെ. Thank you so much, guys. പിന്നെ പോസിറ്റീവ് വൈബ് എടുത്തിട്ട് വന്നില്ലെങ്കിൽ വാട്ട്സ് ദ പോയിന്റ് ഇൻ ലൈക്ക് പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് ട്രൈങ് ടു മേക്ക് എ ഡിഫറൻസ്. തീർച്ചയായും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇത്തരം മത്സരങ്ങളിൽ നമുക്ക് വലിയ കോമ്പറ്റീഷൻ ഉണ്ടാകാറുണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പ്രിപ്പറേഷനൊക്കെ അതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്, അതിൻ്റെ രീതി എങ്ങനെയാണ്? ഈ എത്ര സമയത്തൊരു മത്സരത്തിന് മുൻപ് എത്ര സമയത്തെ ഒരു തയ്യാറെടുപ്പുകൾ വേണ്ടി വരും? ഓരോ മത്സരങ്ങളെയും വ്യത്യസ്തമായ രീതിയിലാണോ സമീപിക്കുക? വ്യത്യസ്തതയുണ്ടോ? എന്താ അതിൻ്റെ രീതി എങ്ങനെയാണ്? സോ എനിക്ക് എന്റെ പാജന്റ് ജേർണി 2 years മുമ്പാ തുടങ്ങിയ. സോ ഫസ്റ്റ് പാജന്റ് ജയിച്ചപ്പോ ഐ വാസ് അറൌണ്ട് 69 kgs. സോ ഇപ്പൊ ഐ എം ലൈക്ക് അറൌണ്ട് 53 kgs. So I've lost a lot of weight. So right from your fitness, നമ്മൾ സംസാരിക്കുന്ന സ്റ്റൈൽ ആയിരിക്കട്ടെ, പ്രൊനൗൺസിയേഷൻ, ഡിക്ഷൻ, പിന്നെ സെൽഫ് ഗ്രൂമിംഗ്. 2 years back, I did not own even a lipstick. So from that to being able to do my makeup and hair by myself. So it's like a long journey and ഓരോ കോമ്പറ്റീഷന് റിക്വയർമെന്റ്സ് ഡിഫറെന്റ് ആ. സോ ഈ നാഷണൽ സ്റ്റേജിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ കേരള റെപ്രസെന്റ് ചെയ്യുക, അതുകൊണ്ട് I've been prioritizing every aspect because my touch with Kerala roots is a little less, but again my family is originally from Kerala and I want to represent Kerala the most beautiful way. So let it be like the cuisine, introduction video, adukke nare efforts okke idarundu. Pinne September 25th Bombay le varan parnittunde our team. So it's almost like one solid month of preparation. പിന്നെ 20 days കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും ആൻഡ് October 16th is going to be the Miss India finale. ആൻഡ് അക്ഷത, ഈ ഒരു പാജന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദേ ഹാവ് കപ്പിൾ ഓഫ് എക്സ്പെക്ടേഷൻസ്, പാജന്റ് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. സോ സ്റ്റേയിങ് ലോയൽ ടു യുവർ സെൽഫ് ആൻഡ് മീറ്റിംഗ് ദ എക്സ്പെക്ടേഷൻസ്. സോ ഹൗ ആർ യു ഗോയിങ് ടു മാനേജ് ദാറ്റ്? So end of the day, their expectation is pressure because there were thousands of girls.
na ipo Miss India Kerala nu parayanu agrahicha there were thousands of girls, but it was me who got this title, and it is a very cherished title. So expectations under, it's a very important journey in my career as well. But again, I'm going in with like a positive spirit. Whatever the result is, I'm going to like do my best, give 200%. Pinne endha nadnengil it's okay. And hopefully after Parvati Omanakuttin, I bring back the crown home. അവതാരക കൂടിയാണല്ലേ ഈ മത്സരങ്ങൾ സൺ ടി വിയിലാണോ പ്രോഗ്രാം അവതരിപ്പിച്ചത്? സൺ ടി വിയിൽ ആങ്കറാണ്. ഇപ്പോഴും ആങ്കറിംഗ് ചെയ്യുന്നുണ്ടല്ലേ? ഇപ്പോഴും ആങ്കർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ചുനാൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടുണ്ട് ഫുൾ പ്രിപ്പറേഷൻ മോഡിലുള്ള കൊണ്ട്. ബട്ട് സൺ ടി വി ബിഹൈൻഡ് ഡൂഡ്സിലൊക്കെ ആങ്കർ ചെയ്യാറുണ്ട്. എന്ത് പ്രോഗ്രാമാണ്? ഫിലിം ബേസ്ഡ് പ്രോഗ്രാംസ് ആണോ അതോ മ്യൂസിക്കൽ പ്രോഗ്രാംസ്? മൂവി ഇന്റർവ്യൂ ടീംസ്, പിന്നെ ഫെസ്റ്റിവൽ സ്പെഷ്യൽസ്, പിന്നെ സിനിമ ന്യൂസ്, ഇതൊക്കെയാ ആങ്കർ ചെയ്യാറ്. ആൻഡ് ഹൗ വാസ് യുവർ ജേർണി ടു ദ ഫാഷൻ ഫീൽഡ്? ആസ് എൻ കരിയർ ആയിട്ട് ഇത് തന്നെയാണോ ചൂസ് ചെയ്തിരിക്കുന്നത്, അതോ യു ഹാവ് ഡിഫറെന്റ് അങ്ങനെ എന്തെങ്കിലും? So I completed my BTech engineering, and 1.5 years I was a full stack developer. Pinna I started with anchoring and simultaneously modeling as well. So ipo full time anchor and model only. മറ്റ് മേഖലകൾ ഇപ്പോൾ പരസ്യചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. സാധാരണ ഐശ്വര്യ റായ് ബച്ചനെയൊക്കെ നമുക്കറിയാം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു അഭിനേത്രിയായി മാറി, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടോ അക്ഷതയ്ക്ക്? 200% ഉണ്ട്. Probably in the future that's what I want to do. But ipo the Miss India crown and then the next things. അപ്പോൾ എല്ലാ ആശംസകളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ വിജയം ഉണ്ടാകട്ടെ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് തന്നെ ലോക സൗന്ദര്യ മത്സര വേദിയിൽ അക്ഷതയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. All the best, Akshada. It was nice talking to you. Thank you so much. My pleasure, and thank you so much for your time. Keep up this confidence and that positivity. You have it. Thank you guys. Thank you. Means a lot. Okay. Thank you. Namaskar. ഇതാണ് നമുക്കൊരു ഇടവേളയിലേക്ക് വളരെ പെട്ടെന്ന് പോയി മടങ്ങി വരാം. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. ADGP MR അജിത് കുമാറിനെതിരെ കൂടുതൽ ഗുരുതര ആരോപണങ്ങളാണ് PV അൻവർ MLA ഇന്നുന്നയിച്ചത്. ADGP സ്വർണ്ണക്കടത്ത് റിംഗിന്റെ തലവനെന്ന് PV അൻവർ ആരോപിച്ചു. ഇതിന് തെളിവായി പേര് വെളിപ്പെടുത്താത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശവും അൻവർ കേൾപ്പിച്ചു. അജിത് കുമാർ തിരുവനന്തപുരം കവടിയാറിൽ വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ടെന്നും PV അൻവർ ആരോപിച്ചു. കവടിയാറിലെ 10 സെന്റ് അജിത് കുമാറിന്റെ പേരിലും 12 സെന്റ് സഹോദരന്റെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 12,000 മുതൽ 15,000 ചതുരശ്രാടി വിസ്തീർണമുള്ള വീടാണ് അജിത് കുമാർ പണിയുന്നതെന്നും PV അൻവർ ആരോപിച്ചു. നമ്മുടെ ADGP അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാനമല്ലേ? ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി സാഹിബ് വീടുള്ളത്. കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന്റെ ഹെലിപ്പാഡുള്ളത്. അതിന്റെ തൊട്ടടുത്ത് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലാണ്. ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഏകദേശം വിവരം കിട്ടുന്നത്. ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരുപക്ഷെ ഇന്ന് കിട്ടുമായിരിക്കും. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12,000 സ്ക്വയർ ഫീറ്റ് ആണോ 15,000 സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളുടെ അടുത്ത് കൃത്യമായ വിവരമില്ല. അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ. അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും. ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന്. കവടിയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. MA യൂസുഫ് അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ഇപ്പം നമുക്ക് ഊഹിക്കാലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഒരു അഴിമതിയില്ല, ഒരു കള്ളക്കച്ചവടം ഇല്ല,
അഭായി ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപേനെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട DGP. അപ്പോൾ ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് എനിക്ക് അതൊന്ന് TV-യിലൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ ഒന്ന് വിളിച്ചു പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോലീസുമായി ബന്ധപ്പെട്ടുയർന്ന വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം. ADGP MR അജിത് കുമാറിനെതിരെയും മറ്റ് ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ്, ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ, SSB ഇന്റലിജൻസ് SP A ഷാനവാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. ഉന്നയിക്കപ്പെട്ട പരാതികളിലും ആരോപണങ്ങളിലും സംഘം അന്വേഷണം നടത്തും. 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. PV അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട SP സുജിത് ദാസിന് സസ്പെൻഷൻ ഇല്ല. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലെടുത്ത നടപടിയിൽ പക്ഷേ MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാതെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിന് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമില്ല. DGP നേരിട്ട് അന്വേഷിക്കും. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. 5 അംഗ ഉന്നതതല സംഘമാണ് അന്വേഷണങ്ങൾ നടത്തുക. മുഖ്യമന്ത്രി നേരത്തെ തന്നെ കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്ന സന്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. P ശശിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉയർന്നുവെങ്കിൽ പോലും അക്കാര്യങ്ങളിൽ അന്വേഷണം സംബന്ധിച്ച് യാതൊന്നും ഈ ഉത്തരവിൽ പറയുന്നില്ല. ADGP അജിത് കുമാറിനെ മാറ്റില്ല. പകരം 5 അംഗ ഉന്നതതല സംഘം അന്വേഷണം നടത്തും. ആ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് വേണമെങ്കിൽ നടപടി. ഇപ്പോൾ നേരത്തെ സുജിത് ദാസിന് സസ്പെൻഷൻ എന്ന വാർത്ത വന്നിരുന്നു. അക്കാര്യത്തിലും ഇളവുണ്ട്. സസ്പെൻഷൻ ഇല്ല, സ്ഥലം മാറ്റം മാത്രമാണ് ഇപ്പോൾ വരുന്ന ഉത്തരവനുസരിച്ച് ഉണ്ടായിട്ടുള്ളത്. അച്ചടക്കം ലംഘിക്കുന്നവർക്ക് ഏതായാലും മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. നമുക്ക് ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. രസകരമായ ചില വാർത്തകൾ കൂടിയുണ്ട്. എനിക്ക് അതിനു മുന്നേ രഞ്ജിത്തേട്ടന് നീന്തൽ അറിയാമോ? എന്താ നീന്താൻ അറിയാമോ? സ്വിമ്മിങ് അത്യാവശ്യം അറിയാം. ശരിക്കും കുഴപ്പമില്ല. ഇതിപ്പോ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ. കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒക്കെ നമ്മുടെയൊക്കെ ചെറുതിലെ എൻ്റെ വീടിനടുത്ത് അമ്പലക്കുളമുണ്ട്. അമ്പലക്കുളത്ത് ഞങ്ങൾ കുളിക്കാൻ പോകും. മുങ്ങാൻ അറിയായിരിക്കും അല്ലേ? കുളിക്കാൻ പോകും. ഞങ്ങൾ സുഹൃത്തുക്കളെ എല്ലാവരും ചേർന്ന് കുളിക്കാൻ പോകും. ആരെങ്കിലും മുതിർന്ന ഒരാൾ കൂടെ കാണും. അപ്പോൾ അങ്ങനെ അത്യാവശ്യം വെള്ളത്തിലൊക്കെ വീണാൽ രക്ഷപ്പെടാനുള്ള നീന്തൽ അറിയാം. അല്ലാതെ ഒരാളെ പോയി രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള നീന്തൽ അറിഞ്ഞുകൂടാ. അത്ര അറിയില്ല. സ്വന്തമായിട്ട് വെള്ളത്തിൽ വീണാൽ കുറച്ചു നേരം കിടക്കും, എന്തായാലും നീന്തി കിടക്കും. ഒരു വലിയ ദൂരമില്ലെങ്കിൽ കരയിലും വരും. മനസ്സിലായി? അല്ലാതെ ഒരു വലിയ സ്വിമ്മർ അല്ല നീന്തലാക്കി. അതിനുശേഷം എന്തായാലും പഠിപ്പിക്കണം. സ്വിമ്മിംഗ് അറിഞ്ഞിരിക്കുന്നത് ശരിക്കും ഭയങ്കര നല്ലൊരു കാര്യമാണ്. നമുക്കൊരു സെൽഫ് സഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് സ്വിമ്മിംഗ് അറിഞ്ഞിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതുപോലെ എനിക്കും ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ലാതെ നീന്താൻ പറ്റും. വലിയ പ്രശ്നമില്ല. മരിച്ചു പോകത്തില്ല. ഒരാളെ വേണമെങ്കിൽ രക്ഷിക്കാം. കുഴപ്പമില്ല. അതെന്നെ കുറിച്ചാണോ മുങ്ങുന്നത്? അല്ല, മുങ്ങൽ വിദഗ്ധർ വേറെ ഉണ്ടല്ലോ. അപ്പൊ ഓക്കെ, നമുക്ക് അതുപോലത്തെ ഒരു ന്യൂസിലേക്കാണ് നമ്മൾ പോകുന്നത്. ജലനിരപ്പിൽ നിശ്ചലനായി കിടന്ന ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഒരു 11-കാരൻ. മലപ്പുറം തിരൂർ തൃപ്പങ്ങോട് സ്വദേശി മുഹമ്മദ് ഹനീനാണ് ആരെയും അമ്പരിപ്പിക്കുന്ന അഭ്യാസത്തിലൂടെ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. നീന്തൽ പരിശീലനം തുടങ്ങി 4 മാസത്തിനകമാണ് ഹനീനിന്റെ ഈ നേട്ടം.
മലപ്പുറം തൃപ്രങ്ങോട് ബീരാൻചിറയിലെ അബ്ദുൽ ഹക്കീമും ഭാര്യ മുബീനയും അവധിക്കാല വിനോദത്തിന്റെ ഭാഗമായാണ് മകൻ മുഹമ്മദ് ഹനീനിനെ നീന്തൽ പഠിപ്പിക്കാൻ ചേർത്തത്. സ്വിമ്മിംഗ് പൂളിൽ കൂട്ടുകാർ നീന്തിത്തുടിക്കുമ്പോൾ വെള്ളത്തിൽ നിശ്ചലനായി പൊങ്ങിക്കിടന്ന് അവരിൽ നിന്നും വ്യത്യസ്തനാവുകയായിരുന്നു ഈ 11-കാരൻ. ജലനിരപ്പിൽ 4 യോഗാസന രീതികൾ ചെയ്യാനും മുഹമ്മദ് ഹനീനിന് സാധിക്കും. നീന്തൽ പരിശീലകനായ നിസാർ അഹമ്മദാണ് ഹനീനിന്റെ അപൂർവ കഴിവ് കണ്ടെത്തി പ്രോത്സാഹനം നൽകിയത്. പിന്നീട് റെക്കോർഡ് നേട്ടത്തിനായി പരിശ്രമം ആരംഭിച്ചു. അപ്പോൾ സ്വിമ്മിന് പോകുമ്പോൾ മൂവ്മെന്റ്സ് ശരിയല്ല. അപ്പോൾ ഞാൻ അവനെ കൊണ്ട് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ വെറുതെ ഒന്ന് ചെയ്യിപ്പിച്ചു. കാരണം ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ ഇതൊന്നൊക്കെ എടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ചെറിയൊരു മൂവ്മെന്റ്സ് അതിൻ്റെ ഒരു ലെവലിലേക്ക് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവർ പാരൻസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എൻ്റെ ബുക്ക് റെക്കോർഡൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി ട്രെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നവരെ പാരൻസ് എല്ലാവരും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് അവരോട് പറഞ്ഞ് 5:30 കൂടെ എത്താൻ പറഞ്ഞു, 7 o'clock വരെ. അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ 1 minute ആയിരുന്നു, പിന്നെ 2 minute ആയി. അങ്ങനെ ഒരു മോഡൽ ചെയ്യിപ്പിച്ചപ്പോൾ സെറ്റായി. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഓരോരോ ചേഞ്ച് ചെയ്ത് യോഗേൻ്റെ ഓരോ പൊസിഷൻസ് പഠിച്ചു. നീന്തൽ പരിശീലനം തുടങ്ങി 4 മാസത്തിനകമാണ് ഹനീനിന്റെ ഈ നേട്ടം. മാതാപിതാക്കളും മുഹമ്മദ് ഹനീനിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു. ഇവിടുത്തെ കോച്ച് നിസാർ സാറിനെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം അദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചതും ഇവനെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നതും. ഓഗസ്റ്റ് ആദ്യവാരത്തിലായിരുന്നു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതരുടെ പരിശോധന. 1 മണിക്കൂറും 10 മിനിറ്റും നേരം ഹനീൻ വെള്ളത്തിന് മുകളിൽ നിശ്ചലനായി കിടന്നു. കടകശ്ശേരി ഐഡിയൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ മിടുക്കൻ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് എക്സാം റാങ്ക് ഹോൾഡറുമാണ്. UAE തലത്തിൽ 1ാം റാങ്കും സ്വന്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. നമുക്കിനി കറിവേപ്പിലയുടെ ഒരു മഹത്വമുള്ള ഒരു വാർത്തയിലേക്ക് പോകണം. കറിവേപ്പില കൃഷി എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കറിവേപ്പില നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നത്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ചില കർഷകർ കറിവേപ്പിലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം മാർക്കറ്റുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കറിവേപ്പില, അല്ലേ? കൊട്ടാരക്കരയിൽ നിന്നാണ് ഈ വാർത്ത. കൊട്ടാരക്കരയിലെ ഒരു കർഷകൻ തൻ്റെ 20 സെന്റ് പുരയിടത്തിൽ ഇപ്പോൾ കറിവേപ്പില കൃഷി ചെയ്യുകയാണ്. മാർക്കറ്റ് നോക്കി എന്ത് കൃഷി ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് കൃഷി ഇറക്കിയാൽ 100 മീനി വിജയം കൊയ്യാമെന്ന് കാട്ടിത്തരുന്ന ഒരു കർഷകനുണ്ട് കൊട്ടാരക്കരയിൽ. 20 സെന്റിൽ കറിവേപ്പില കൃഷി ചെയ്താണ് വിജയം നേടിയത്. ഓണക്കാലമായതോടെ സദ്യ ഒരുക്കാൻ വിഷരഹിത കറിവേപ്പിലയ്ക്കായി ആവശ്യക്കാർ ഏറെയാണ്. കർഷകൻ സുന്ദരൻ പറയുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് S വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. വല്ലം ഏലായിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല നാടൻ കറിവേപ്പിലയുടെ നല്ല മണമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ചുറ്റും നിൽക്കുന്നതെല്ലാം കറിവേപ്പിലയാണ്. ഒരു വ്യത്യസ്തമായ കൃഷിരീതിയാണ് ഇവിടെ ഒരു കർഷകൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 4 വർഷം കൊണ്ട് അദ്ദേഹം ഈ കറിവേപ്പില കൃഷി മാത്രമായിട്ട് ഈ ഒരു സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ഒരു 20 സെന്റ് സ്ഥലത്തായിട്ടാണ് വിപുലമായ രീതിയിൽ കറിവേപ്പില കൃഷി നടത്തി വരുന്നത്. തൊട്ടടുത്ത് വിപണിയുണ്ട്, അവിടേക്കാണ് അതിന്റെ വിപണനമല്ല, അല്ലേ ചേട്ടാ? അപ്പൊ എന്താണ് ഈ ഒരു കറിവേപ്പില കൃഷിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം? അതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു വില വർധന ആദ്യം കൊണ്ടുപോയതിനകത്ത് നല്ല വില കിട്ടി. അതിലാണ് ഇതിനകത്തോട്ട് ഇറങ്ങാനുള്ള ഒരു കാരണം. അതിപ്പം കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ അയ്യത്തെല്ലാം ശരിക്കും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പറമ്പിൽ പ്രത്യേകമായിട്ട് കറിവേപ്പ് മാത്രമായിട്ടും വെച്ചു. അപ്പോൾ നല്ല വില കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് 100 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അത് നമുക്ക് നല്ല വിലയാണ്. എങ്ങനെയാണ് നമ്മളിതിന്റെ ഈ ഒരു വളവും കാര്യങ്ങളൊക്കെ ഇടുന്നത്? ഇത് ജൈവ വളമാണ്. ഇത് ആദ്യം തന്നെ ഈ കോഴിവളവും ചാണകം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് വലിയ തടവെടുത്ത് അതിൽ മേളിൽ തൈ വെച്ച് നടുവാണ്. കീടങ്ങളുടെ ശല്യമില്ലുണ്ടോ? ഒന്നുമില്ല. ഇതിന് പ്രത്യേകിച്ച് കീടശല്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ഇതൊന്നുമില്ല. നമ്മൾ പിന്നെ ഇതിൻ്റെ അത് ആദ്യം വരാതിരിക്കാനായിട്ട് നമ്മൾ പിഷമിനോ ആസിഡ് കൊടുക്കാറുണ്ട്. ആ ആസിഡ് ചെയ്യുമ്പോൾ പ്രത്യേകത ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വളർച്ചയ്ക്കും മറ്റ് കീടങ്ങളുടെ അകത്തി നിർത്താനും ഒക്കെ നല്ലതാണ്. സ്പ്രേ ചെയ്യും. അത് 20 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇപ്പൊ എത്ര മൂടുണ്ട്? ഇതാണ്ട് 200ഓളം മൂട് ഇതിനകത്തുണ്ട്. എവിടെയാണ് നമുക്കിത് വിപണനം? നമ്മുടെ നെടുവത്തൂർ കാർഷിക വിപണിയുണ്ട്. നല്ല സ്വീകാര്യത നല്ലോണം നടക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടുത്തെ മുൻ പ്രസിഡന്റാണ്. അപ്പൊ നമുക്കറിയാം അവിടുത്തെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. എല്ലാവർക്കും കർഷകർക്കെല്ലാം ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു വിപണിയാണ് നെടുവത്തൂർ വിപണി. മറ്റുള്ളിടത്തെക്കാട്ടിയും വില നിലവാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിപണിയും കൂടാണ് നെടുവത്തൂർ സ്വാശ്രയ കർഷക സമിതി. നമ്മുടെ ഈ കൃഷി കണ്ട് മറ്റ് കർഷകർ മുന്നിട്ട് വന്നിട്ടുണ്ടോ? ഒരുപാട് പേര് ഞാൻ നേരത്തെയൊക്കെ ആൾക്കാരിത് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ കേരളത്തിലും അതിന് പുറത്തു നിന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, കറിവേപ്പ് എങ്ങനെയാ നടന്നത്, എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. ഞാൻ ഒരുപാട് പേർക്ക് ഇതിന്റെ തൈ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കൊടുക്കാതിരുന്നിട്ടുണ്ട്. കൊടുക്കാതിരിക്കുക വെച്ചാൽ അയക്കാനുള്ള ബുദ്ധിമുട്ടും അതിന്റെ ചെലവും നോക്കിയിട്ട് ഞാൻ ഒരുപാട് പേർക്ക് കൊടുക്കാതിരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വിപണിയിൽ തന്നെ ഇതാവുമ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ തൈ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ തൈ എല്ലാവരും പറയുന്നതോണം പലരും എൻ്റെ അടുത്ത് സംശയം ചോദിച്ചു, ഇത് അരിയിൽ നിന്നല്ലേ ഉണ്ടാവത്തുള്ളൂ, ഇത് പിന്നെ ഇതിന്റെ വേരിൽ നിന്ന് പൊട്ടുന്ന തൈ എടുത്ത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു.
ഞാൻ ഇവിടെ എല്ലാം മൂട്ടിൽ കാണും. ഇതിന്റെ എല്ലാം മൂട്ടിൽ ഇഷ്ടംപോലെ നിറച്ച് വേരുകൾ പൊട്ടിയതാണ്. ഇവിടെ എല്ലാം വേര് നോക്കി അറിയാൻ പറ്റും. ഇത് പിഴുതെടുത്തിട്ടാണ് വീണ്ടും നമ്മൾ ചെയ്ത് തൈ എടുത്താണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ പറമ്പിന്റെയും ഓരോ സൈഡ് വാരം വെച്ചിട്ടുണ്ട്. അങ്ങനെ പാട്ടത്തിനെടുത്താണോ? അല്ലല്ല, ഇത് സ്വന്തമായിട്ടുള്ളതിന്റെ ഒരു 2 ഏക്കറോളം സ്ഥലം പാട്ടം കൊടുക്കണ്ട, നമ്മൾ കൃഷി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് തന്നെ ഒരുപാട് കുറച്ച് ഒരു 2 ഏക്കർ സ്ഥലം അങ്ങനെയുണ്ട്. ഇതല്ലാതെ മറ്റ് കൂട്ടുകൃഷികളൊക്കെ ഉണ്ടോ? എല്ലാ കൃഷികളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃഷിക്ക് നഷ്ടമില്ലെന്ന് പറയുന്ന എല്ലാ കൃഷിയും കൂടെ ഉണ്ടായിട്ടാണ് ലാഭകരമാണെന്ന് പറയുന്നത്. കാരണം ഒരെണ്ണത്തിൽ നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേതിനകത്ത് ലാഭം ഉണ്ടാവും. അപ്പൊ ആവറേജ് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഒന്നിലെ നഷ്ടത്തിനെ മറ്റേത് നികത്തും. അപ്പൊ എല്ലാ കൃഷിയും പല കൃഷികളായിട്ട് ചെയ്യുമ്പോൾ അത് അങ്ങനെ കിട്ടാറുണ്ട്. ഈ തമിഴ്നാട്ടിൽ വരുന്ന ഇലയെക്കാളും നമ്മുടെ ഇലയ്ക്കുള്ള വ്യത്യാസം എങ്ങനെയാണ്? അതാണ് നമ്മുടെ തമിഴ്നാട്ടിൽ വരുന്ന ഇലയുടെ നമ്മുടെ ഇല എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഇല നമ്മൾ ഒടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് ഇത് വാടി തളർന്നു പോകും. കാരണം ഇതിനകത്ത് യാതൊരുവിധ കെമിക്കലും ഇല്ല. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു കറിവേപ്പ് എന്ന് പറയുന്നത് അത് നമുക്ക് എല്ലാവരും നമ്മൾ പലരും കണ്ടാൽ അറിയായിരിക്കും. പച്ചക്കറി വരുമ്പോൾ അതിന്റെ ആ വണ്ടിയുടെ മുകളിൽ വെയിൽ കിട്ടത്തക്കോണം വെയിലത്ത് ഉണങ്ങി കെട്ടിയാണ് അതിന്റെ പുറത്ത് വരുന്നത്. പക്ഷെ ആ കറിവേപ്പ് ഇവിടെ കൊണ്ട് 2 ദിവസം കഴിഞ്ഞാൽ അത് വാടത്തില്ല. കാരണം അത്ര മാരകമായ വിഷം മുക്കിയിട്ടാണ് അത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇല്ലാത്ത ഒരു കെമിക്കൽ ഇല്ലാത്ത ഒരു കറിവേപ്പിന്റെ എല്ലാം നമുക്ക് കിട്ടും ഉപയോഗിക്കാൻ. വിഷവിമുക്തമായ കറിവേപ്പ് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് നമുക്ക് ഈ മാർക്കറ്റും ഈ വില കിട്ടുന്നതും. കാരണം മറ്റേതിന് ഒരു 40 രൂപ വിലയുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു കറിവേപ്പിന് 40 രൂപ ഉള്ളൂ. നമ്മൾ 100 രൂപയ്ക്ക്. അപ്പം അവര് 40 രൂപയ്ക്ക് എടുക്കുമ്പോൾ നമുക്കുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ ഗുണവും നിലവാരവും അറിയാവുന്നത് കൊണ്ടാണല്ലോ ഈ വിലയ്ക്ക് കൂടുതൽ എടുക്കുന്നത്. അപ്പൊ 100 രൂപയ്ക്ക് അവർ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 100 രൂപയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് കച്ചവടക്കാർ എടുത്തോണ്ട് പോകുന്നത് അവരേത് വിലയ്ക്കാണ് വിൽക്കുന്നതെന്ന് അത് അവർക്കുള്ള വിൽപ്പനയാണ്. അപ്പൊ നമ്മളത് പറയുമ്പോൾ ഇതിനെന്തായാലും വിലയുണ്ടല്ലോ. അപ്പൊ അത് തീർച്ചയായിട്ടും അതിനൊരു പ്രത്യേകതയുണ്ട്. ജനങ്ങളത് അംഗീകരിച്ചതാണ്. അപ്പോൾ വിഷരഹിതമായ പച്ചക്കറിയോടൊപ്പം തന്നെ വിഷമില്ലാത്ത നല്ല മണമുള്ള കറിവേപ്പിലയും നമുക്ക് ഉപയോഗിക്കാനാണ് സുന്ദരൻ ചേട്ടൻ പറയുന്നത്. അത് കൊട്ടാരക്കരക്കാർക്ക് ഇനിയിപ്പോൾ കറിവേപ്പിലയ്ക്ക് വേറെ എങ്ങും പോകേണ്ട ഓണസദ്യ ഒരുക്കാൻ അല്ലേ? സുനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. നമുക്ക് ആലപ്പുഴ ചേർത്തലയിലേക്ക് ഒന്ന് പോകണം. ഇന്നലെ അവിടെ നവജാത ശിശുവിന്റെ ഒരു കൊലപാതകം, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇന്ന് കൂടുതൽ വിവരങ്ങൾ ഇതിൽ പുറത്തു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അല്ലേ? ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ കണ്ടെത്തലുകൾ. കുട്ടിയെ ആശ ആൺ സുഹൃത്തിന് കൈമാറിയത് ചേർത്തല പള്ളിച്ചന്തയിൽ വെച്ചാണ്. കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് സഞ്ജിയിലാണ് കൈമാറിയത്. ആശയുടെ ഭർത്താവ് മനോജിനും ഗർഭിണിയാണെന്ന വിവരം അറിയാമായിരുന്നു. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഒരുപാട് പുതിയ വിവരങ്ങൾ നമുക്ക് ഒരുപക്ഷെ നമ്മളൊക്കെ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് സംഭവിച്ചത്? ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്ന ഏത് തരത്തിലാണ്? ശരണ്യ സ്നേഹജനാണ്. ഇന്നലെ ആലപ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടായത്. കുട്ടിയെ മരിച്ച നിലയിൽ നവജാത ശിശുവിനെ കണ്ടെത്തുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ അമ്മ ആശ പിടിയിലായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരണ്യ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹലോ, കേൾക്കാമോ ശരണ്യ? കേൾക്കുന്നില്ല. ശരണ്യ കേൾക്കാമോ? ഇല്ല. കുട്ടിയെ ഒരു സഞ്ചിയിലാണ് കാമുകന് കൈമാറിയത് എന്ന വിവരം അത് ഞെട്ടിക്കുന്ന ഒന്നാണ്. വനിതാ ശിശു വികസന വകുപ്പ് അടക്കം അവിടെ എത്തി, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറൊക്കെ എത്തി അന്വേഷണം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ശരണ്യ, ഈ ആശ എന്ന കുട്ടി ഗർഭിണിയാണ് എന്ന വിവരം ഭർത്താവിനടക്കം അറിയാമായിരുന്നു. ശരണ്യ കേൾക്കാമോ? കേൾക്കാം രഞ്ജിത്ത്. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ പങ്കുവെക്കാനുള്ളത്? ഈ പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് മരണവുമായി ബന്ധപ്പെട്ട തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2ാമത്തെ കേസാണ് നവജാത ശിശുവുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങൾ. ഒന്ന് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ഞെട്ടിച്ച പൂച്ചക്കലിലെ കുട്ടിയുടെ മരണം. അതിനുശേഷമാണ് ഇപ്പോൾ ആലപ്പുഴ ചേർത്തലയിൽ 2ാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ 26-ന് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രസവം നടന്ന ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ചേർത്തല സ്വദേശിയായ ആശയാണ് ഈ കുട്ടിക്ക് ജന്മം നൽകിയത്. പിന്നീട് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെ ഒക്കെ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴും ആശയും കാമുകനായ, അതായത് ആൺസുഹൃത്തായ രതീഷും പറഞ്ഞത് ഈ കുട്ടി ഗർഭാവസ്ഥയെ സംബന്ധിച്ച് ആശയുടെ വീട്ടുകാർക്ക് അറിവില്ലായിരുന്നു എന്നുള്ളതാണ്. ഭർത്താവ് അടക്കമുള്ള ആളുകൾക്ക് അറിവില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. അതായത്
അതായത് ഇവരുടെ ഗർഭാവസ്ഥയെ സംബന്ധിച്ച് ഭർത്താവിന് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ പ്രസവത്തിനായി ആശ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കുട്ടി ഉണ്ടാവാൻ പാടില്ല എന്നാണ് ആശയുടെ ഭർത്താവ് നൽകിയ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആശ കുട്ടിയെ കൈമാറിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തുടർന്ന് 31-ാം തീയതി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നു. 31-ന് പള്ളിച്ചന്തയിൽ വെച്ച്, ചേർത്തല പള്ളിപ്പുറത്തിനടുത്ത് തന്നെയുള്ള പള്ളിച്ചന്തയിൽ വെച്ചാണ് ഈ കുഞ്ഞിനെ കൈമാറുന്നത്. ഒരു സഞ്ചിയിലാണ് കുട്ടിയെ ഈ രതീഷിന് കൈമാറിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതായത് ഡിസ്ചാർജായി അന്ന് വൈകിട്ട് തന്നെ വീട്ടിലേക്ക് പോകുന്ന വഴി അന്ന് വൈകിട്ട് തന്നെ ഈ കുഞ്ഞിനെ ഒരു സഞ്ചിയിൽ കൈമാറിയിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞാണ് ആശ കുട്ടിയെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആശയ്ക്ക് കൃത്യമായി ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഒപ്പം തന്നെ രതീഷ് കുട്ടിയെ കൊണ്ടുപോയി രതീഷിന്റെ വീട്ടിൽ, പുല്ലുവേലിയിലെ രതീഷിന്റെ വീട്ടിലെത്തിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതിനുശേഷം കുഞ്ഞിനെ വീടിനോട് ചേർന്ന് തന്നെ കുഴിച്ചിടുകയായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് ശുചിമുറിയിൽ നിന്നും കുഞ്ഞിനെ കണ്ടെടുക്കുന്നതാണ്. അതായത് കുഞ്ഞിന്റെ മൃതദേഹം ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ കുഞ്ഞിനെ ശുചിമുറിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ആദ്യ ദിവസം, അതായത് 31-ാം തീയതി കുഞ്ഞിനെ കൊന്ന് കുഴിച്ചിട്ടത് ഈ രതീഷിന്റെ പുല്ലുവേലിയിലെ വീടിനോട് ചേർന്നുള്ള ഭാഗത്തായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കറിയാമല്ലോ ഈ കേസിൽ പ്രധാനമായി പോകുന്നത് ആശാ വർക്കറായിട്ടുള്ള ആൾ പഞ്ചായത്തിൽ കുട്ടി ജനിച്ചു എന്നുള്ള വിവരം ആശുപത്രിയിൽ നിന്ന് കൈമാറപ്പെട്ടതോടുകൂടി പഞ്ചായത്ത് അധികൃതർ നവജാത ശിശു പരിപാലനത്തിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ആശാ വർക്കർക്ക് വിവരം കൈമാറുന്നു. ആശാ വർക്കറാണ് സാധാരണ പ്രൊസീജിയർ എന്ന പോലെ ആശാ വർക്കറാണ് ഇവരെ ബന്ധപ്പെടുന്നത്. കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, കുഞ്ഞിന്റെ മറ്റു കാര്യങ്ങൾ വിവരശേഖരണത്തിന് വേണ്ടി ആശാ വർക്കർ ബന്ധപ്പെട്ടപ്പോഴാണ് ഈ ആശ പറയുന്നത്, കുട്ടിയുടെ അമ്മയായ ആശ പറയുന്നത്, കുഞ്ഞിനെ ആദ്യം തൃപ്പൂണിത്തറയിലെ തൃപ്പൂണിത്തറ സ്വദേശി ദമ്പതികൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതായത് ആശയ്ക്ക് 2 കുട്ടികളുണ്ട്. കുട്ടികളെ വളർത്താൻ സാഹചര്യമില്ലാത്തതിനാൽ കുഞ്ഞിനെ കൊടുത്തു എന്നുള്ള മറുപടിയാണ് പറയുന്നത്. ഈ ആശാ വർക്കറാണ് വിവരം പഞ്ചായത്ത് വാർഡ് മെമ്പറോട് കൈമാറുകയും വാർഡ് മെമ്പർ ഷിൽജിയാണ് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ കൊലപാതകത്തിന്റെ ഒരു ചുരുൾ അഴിയുന്നത് തന്നെ. ആദ്യത്തെ ചോദ്യം ചെയ്യലൊക്കെ തൃപ്പൂണിത്തറയിലാണ് കുട്ടി ഉള്ളതെന്നുള്ള നിലപാടിൽ ഇവർ ഉറച്ചു നിന്നു. പിന്നീട് രതീഷിനെയും ആശയെയും പോലീസ് അന്വേഷണ സംഘം ഒരുമിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ള വിവരം, ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. അങ്ങനെയാണ് ഒരു തിരോധാന കേസ്, ഒരു കുഞ്ഞിനെ കാണാതായ ഒരു കേസ് പിന്നീട് ഞെട്ടിക്കുന്ന കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഇന്നലെ രാത്രി തന്നെ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം ടോയ്ലറ്റിൽ ശുചിമുറിയിൽ നിന്നും പുറത്തേക്കെടുത്തിരുന്നു. പൂർണ്ണ ആരോഗ്യവാനായ കുഞ്ഞാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതായത് അന്വേഷണ സംഘം പറയുന്നത് 3.5 കിലോയോളം ഭാരമുള്ള പൂർണ്ണ ആരോഗ്യവാനായ ഒരു ആൺകുഞ്ഞായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും ആ ഒരു സമയത്ത്, അതായത് ഈ കുട്ടിയെ കൈമാറിയതിനു ശേഷം ഈ 2 പേർക്കും, ആഷിക്കാണെങ്കിലും രതീഷിനാണെങ്കിലും കുട്ടികളുള്ളവരാണ്. ഇവർ 2 വർഷമായി ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധത്തെ തുടർന്ന് ആശയും ഭർത്താവും തമ്മിൽ മാനസികമായി അകൽച്ചയിലാണ് എന്നുള്ള കാര്യം പറയുന്നു. ആശ വീട്ടിലേക്ക് എത്തുന്നെങ്കിൽ ഈ പ്രസവത്തിന് ശേഷം കുട്ടിയെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഈ ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകത്തിലേക്ക് ഇവര് ഈ കുട്ടിയെ കൈമാറുകയും പിന്നീട് കുട്ടിയെ മറ്റൊരു രീതിയിൽ അപായപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. കുഴിയിൽ നിന്ന് കുട്ടിയെ പുറത്തേക്ക് എടുത്തത് തന്നെ പോലീസ് അറിഞ്ഞതിനു ശേഷം ഇത് പിടിക്കപ്പെട്ടില്ലെങ്കിൽ കുഞ്ഞിന്റെ മൃതദേഹം കത്തിച്ച് നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള അത്തരത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന, വളരെ ക്രൂരമായ ഒരു കൊലപാതകം ഒരു പിഞ്ചു കുഞ്ഞിന് നേരെ അതിന്റെ അമ്മ തന്നെ നടത്തി എന്നുള്ളത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് അവരത് ചെയ്തത്. പക്ഷേ അവരിപ്പോൾ നിയമത്തിൻ്റെ പിടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കനവ് ബേബിക്ക് നമ്മൾ കനവ് ബേബി മരിച്ചത് ഇന്നലെ കൊടുത്തിരുന്നു. കനവ് ബേബി എന്ന ഒരു സഹൃദയൻ, ഒരുപാട് ആദിവാസികളുടെ അടക്കം ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഒരു സഹൃദയനാണ്. അദ്ദേഹത്തിൻ്റെ നാടൊന്നാകെ അദ്ദേഹത്തിന് വിട നൽകുകയാണ്. നാടകകൃത്തും നോവലിസ്റ്റും സാംസ്കാരിക പ്രവർത്തകനുമായ കനവ് ബേബി ഞായറാഴ്ചയാണ് അന്തരിച്ചത്. ആദിവാസി കുട്ടികൾക്ക് ബദൽ വിദ്യാഭ്യാസം നൽകാനായി സ്ഥാപിച്ച കനവ് എന്ന സംഘടനയിലെ ഗുരുകുല ആശ്രമത്തിലൂടെയാണ് ശ്രദ്ധേയനായത്. ഇന്നലെ സംസ്കാര ചടങ്ങിൽ ബേബിയുടെ മക്കൾ പാട്ടുപാടുന്ന ദൃശ്യങ്ങൾ അച്ഛന് നൽകിയ ഒരു യാത്രയയപ്പുമായി ബന്ധപ്പെട്ട് അതേറെ ഹൃദയഭേദകമായിരുന്നു. അതിലേക്ക് जंगल सोया धन कौन बड़ाई देखा नयन
കനവ് ബേബിക്ക് മക്കൾ വികാരനിർഭരമായ യാത്രയയപ്പ് നൽകിയിരുന്നു. നാട്ടുകാർക്കും ഒരുപാട് സഹൃദയരായിരുന്നു കനവ് ബേബി. കുടുംബാംഗങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേദനാജനകമായ വേർപാടുണ്ടായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ്. നമുക്കിനി നമ്മുടെ ഒരു സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോകണം കൃഷ്ണന്തു. കാരണം നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു സെഗ്മെന്റാണ്. അവരുടെ വിശേഷ ദിവസങ്ങൾ അല്ലേ നമ്മൾ നമ്മുടെ ന്യൂസ് 18 പങ്കുവെക്കാറുണ്ട്. പ്രഭീഷ് ഭാസ്കർ കോഴിക്കോട് സ്വദേശിയാണ്. പ്രഭീഷിന്റെ പിറന്നാളാണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ പ്രഭീഷ്. ഫോട്ടോ അയച്ചിരിക്കുന്നത് നമുക്ക്. അതെ, പ്രഭീഷ് സർപ്രൈസ് നൽകാനായിട്ടാണ് സുഹൃത്ത് ഈ ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി പ്രഭീഷിന് ജന്മദിനാശംസകൾ. വെരി ഹാപ്പി ബർത്ത്ഡേ പ്രഭീഷ്. മറ്റൊന്ന് രോഹിണി ഉണ്ണികൃഷ്ണൻ പന്തളം സ്വദേശിനിയാണ്. ഹാപ്പി ബർത്ത്ഡേ. രാവിലെ തിരക്ക് മൂലം രോഹിണിക്ക് ലൈവ് വരാൻ പറ്റിയിരുന്നില്ല. നേരത്തെ ലൈവിൽ വരാമെന്ന് പറഞ്ഞിരുന്നു. രോഹിണിനെ എനിക്കറിയാം. എന്റെ ഒരു പഴയ കൊളീഗാണ് കേട്ടോ. എവിടെ? ഞാൻ മലയാളി വാർത്തയിലായിരുന്നപ്പോഴത്തേക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ജേർണലിസ്റ്റ് ആണ്. ശരി, എന്തായാലും ഹാപ്പി ബർത്ത്ഡേ രോഹിണി. നല്ല ഒരു പിറന്നാൾ ദിനം ആശംസിക്കുന്നു. ഈ വർഷവും സന്തോഷമുള്ള ഒരു വർഷമാകട്ടെ. നമുക്കൊപ്പം ഹാപ്പി ബർത്ത്ഡേ ഗ്യാൻ കൃഷ്ണയാണ്. ഗ്യാൻ കൃഷ്ണയുടെ പിറന്നാളാണ് ഇന്ന്. ഗ്യാൻ കൃഷ്ണ നമ്മോടൊപ്പം തത്സമയമുണ്ട്. ഗ്യാൻ, എന്താണ് പിറന്നാൾ ദിന വിശേഷം? കുറച്ച് സീരിയസ് ആയിട്ടിരിക്കുകയാണ്. സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. ചിരിക്കൂ. ചിരിക്കില്ലേ? നല്ലപോലെ ഒന്ന് ചിരിച്ച്. പുതിയ ഉടുപ്പൊക്കെയാണോ ഇട്ടേക്കുന്നത്? പുതിയ ഉടുപ്പാണോ? ആള് ഈ ലൈവിലൊന്നും അത്ര ഈ പറഞ്ഞതുപോലെ എന്തോ കണ്ടെന്ന് അമ്പരതിരിക്കുന്നത് പോലെ അല്ലേ. എന്തായാലും നല്ല ഒരു പിറന്നാൾ ദിനം ആശംസിക്കുന്നു. ആരാ കൂടെ ഉള്ളത്? അമ്മയാണോ അച്ഛനാണോ? അടുത്താരാ ഉള്ളത്? അച്ഛനാണോ? ആ ശരി, അച്ഛനാണല്ലേ. അവന് പെട്ടെന്നൊരു അമ്പരപ്പ് ഇതെല്ലാം കണ്ടപ്പോ. അതിന്റെ പ്രശ്നമാ, കുഴപ്പമില്ല. ഏത് ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്? UKG-യിലാണ്. അപ്പൊ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? പോകുന്നില്ല. എന്തു പറ്റി? ഇന്ന് കൂട്ടുകാർക്കൊക്കെ ചോക്ലേറ്റോ ലഡുവോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ? ഓക്കെ, ശരി. ഓക്കെ, എന്തായാലും ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ഗ്യാൻ. ഓക്കെ, ബൈ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേർ നമ്മളെ വിളിക്കുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇതുപോലെ നമ്മൾ ന്യൂസ് 18 രാവിലത്തെ മോർണിംഗ് വൈബ്സിലൂടെ പ്രേക്ഷകർക്കൊപ്പം ചേരും. അതിനുള്ള ഫോർമാറ്റ് ഒന്ന് പറഞ്ഞു. സ്പെഷ്യൽ ഡേ, നെയിം, ഡേറ്റ്, ഫോൺ നമ്പർ. വാട്സാപ്പ് അയക്കേണ്ട നമ്പർ 9346975748. നമുക്കിനി ഓണം വാർത്തകൾ. ഇനിയിപ്പോൾ അത്തമൊക്കെ അടുക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ഓണാഘോഷം ആരംഭിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യൻ ഫാമിലി അസോസിയേഷൻ പോർട്ട് അഗസ്റ്റയുടെ ഓണാഘോഷം പോർട്ട് അഗസ്റ്റ ഫുട്ബോൾ ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വിവിധ കലാപരിപാടികൾ, വിവിധ മത്സരങ്ങൾ, വിഭവസമൃദ്ധമായ ഓണസദ്യ, ഇങ്ങനെ വളരെ വിപുലമായ ഓണാഘോഷ പരിപാടികളിൽ 30ഓളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. ഫാദർ ജിം, ഫാദർ സിജു, ഫാദർ രഞ്ജിത്ത്, സിസ്റ്റർ ഡെൽമ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. അസോസിയേഷൻ ഭാരവാഹികളായ ജിജു ജോർജ്, ജെബി ആന്റണി, അഡ്വക്കേറ്റ് ജോഷി മണിമല, സാജൻ എബ്രഹാം, ഡോക്ടർ സജി ജോൺ, ജോസി സാജൻ, പ്രവീൺ തൊഴുത്തുങ്കൽ, സൈമൺ, ജിജി എന്നിവർ ഇതിൽ പങ്കെടുത്തു. ഇവരൊക്കെയാണ് നേതൃത്വം നൽകിയത്. ഏതായാലും ഓസ്ട്രേലിയയിലും ഓണം സമൃദ്ധമായി വിപുലമായി ആഘോഷിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമുക്കൊക്കെ ഓണം വരുന്നതേ ഉള്ളൂ, പക്ഷേ അവിടെ ആഘോഷങ്ങൾ തുടങ്ങി. ഇനിയുള്ള ദിവസങ്ങളിലും ആഘോഷ പരിപാടികളിലായിരിക്കും ഓസ്ട്രേലിയയിലെ മലയാളികൾ എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് മോർണിംഗ് വൈബ്സ് പൂർത്തിയാക്കാനുള്ള സമയമായി അല്ലേ. ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു, ഒരുപാട് വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചു. ഏതായാലും മോർണിംഗ് വൈബ്സിന്റെ സമയം അവസാനിക്കുന്നു. ഇനി വാർത്തകൾ തുടരും. ന്യൂസ് 18-നൊപ്പം തുടരുക. നമസ്കാരം.